പ്രധാനം. എടുത്തില്ലേ? ഞാൻ എടുത്തു. അതിപ്പോ എടുക്കൂലെന്ന് ഗീത വിളിച്ചോണ്ടാ. ആ അടുക്കളയിലുണ്ടായിരുന്നു എന്റെ ഫോണ്. ഗീത ഇറങ്ങിയെന്ന് ചോദിക്കാൻ വിളിച്ചത്. എന്തെടുത്തില്ലേലും ഫോൺ എടുത്തോണം. ഗീത ഞാൻ പറഞ്ഞ് ഇറങ്ങാൻ നോക്കുന്നു. ചോറും ലേറ്റൊന്നും അവര് കഴിച്ചിട്ടില്ല. പിന്നെ ആ ഒന്നുമില്ലടാ, ഉറങ്ങാൻ പോകും. അല്ല എന്തോന്ന് കള്ളത്തരം ഇപ്പം വെറുതെ പറയും ചേച്ചി ഓരോന്ന്. ഞാനേ വെച്ചിട്ട് പറയും ഇമ്മ വെറുതെ എന്തിനു പറയുന്നു. അത് തന്നെ അതെനിക്ക് നന്നായി. മോനെ ഇത് അല്പം ഫ്രണ്ടിലോട്ട് ഞാൻ ഇരിക്കുന്നില്ലേ ആ സീറ്റേ. ബാക്കിലുള്ളവരുണ്ട് അല്ലെ നമ്മളെ മുമ്പോട്ട് നീങ്ങിയാലും മതി. അതൊരു ലിവർ കണ്ടോ, അത് പിടിച്ച് മേലോട്ട് പൊക്കുക, എന്നിട്ട് ബാക്ക് നൊന്തമ്മ. അല്ലെങ്കിൽ പത്മിനി അമ്മായിക്ക് വരാനാ തീരുമാനമായിട്ടില്ല. കൂട്ടുന്നെങ്കിൽ കൂട്ടിക്കോ. അവന് ഐക്യരാഷ്ട്രസഭയുടെ പെർമിഷൻ വേണം. അപ്പൊ പോയി പണിയൊക്കെ പറ. വരണ്ട, ഞാൻ പറഞ്ഞു എനിക്ക് സ്ഥലമില്ല. അവര് തീരുമാനിക്കാൻ വെച്ചാൽ വണ്ടിയിൽ എങ്ങനെ 12 ആളെ വണ്ടിയിൽ എങ്ങനെ 13 ആൾ ഇരിക്കുക? പത്മിനി അമ്മായി ബാക്കിൽ ഇരിക്കുവോ? നിങ്ങളെ അമ്മച്ചിമാർക്കെല്ലാം നല്ല സീറ്റ് വേണ്ട. ഒരു ഒന്നെങ്കിൽ വരിക എന്ന് പറയാം, അല്ലേ വരില്ല എന്ന് പറയാം, അത്രേ ഉള്ളൂ. പൈസ ഇല്ലെങ്കിൽ വരില്ല എന്ന് പറയണം. പൈസ ഇല്ലാത്ത ആർക്കും വരാൻ പറ്റില്ലല്ലോ. മക്കളും കൂടി കൂടി പെയിന്റ് കട തുടങ്ങി വെച്ചു. 40 ലക്ഷം രൂപ ലോണൊക്കെ എടുത്തിട്ട് ഗൾഫിൽ പോയി വന്ന് പെയിന്റ് കട തുടങ്ങി. ഒരുത്തൻ വേറെ എന്തൊക്കെ പണിയൊക്കെ ആയി നടന്നു. ഇപ്പൊ കടം കയറി മൂടിയിട്ടില്ല. 1 കോടി രൂപയോളം കടമായിട്ടുണ്ട്. കൊല്ലായിട്ടും ബാങ്കുകാർ ഇതുവരെ ഒന്നും ചെയ്യും. അടച്ചുന്നുണ്ടാകും കുറേശ്ശെ എങ്ങനെയെങ്കിലും ജപ്തിന്റെ സമയത്ത് അടയ്ക്കും. കഴിഞ്ഞ നമ്പത്തിൽ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കരഞ്ഞ് വിളിച്ച് നടന്നിട്ട് ലാൻഡ്മാർക്ക് കൊടുത്തത് ഞാൻ ഈ പ്രവാസി ഹോട്ടലാണ് കേട്ടോ. അന്ന് പറഞ്ഞില്ലേ നമ്മള് പ്രവാസി. അതെന്താന്നറിയ ചേച്ചി, പണ്ട് ഇവിടെ വോളിബോൾ കോർട്ടായിരുന്നു. ഇപ്പൊ പണ്ട് ഞങ്ങളുടെ സ്കൂൾ ഉണ്ടായിരുന്നു ഇവിടെ, അതൊക്കെ മാറ്റിയില്ലേ. ഇപ്പൊ ഇവിടെ മലബാർ മെഡിക്കൽ കോളേജിൽ ലേഡീസ് ഹോസ്റ്റൽ ഉണ്ട്. നല്ല മാറ്റം വന്നില്ലേ. പിന്നെ ഗിരീഷ് പുത്തഞ്ചേരി റോഡ്, ഗിരീഷ് പുത്തഞ്ചേരിന്റെ വീടിന്റെ അടുത്ത് അതാണോ? അതാ ഇപ്പൊ ഈ റോഡാ. ഇനി അങ്ങോട്ട് റോഡുണ്ട്. ആന്റി അദ്ദേഹം വസിച്ചിരുന്ന വീട് എവിടെയാണ്? ബാക്കിലോട്ട് അല്ല, നമ്മള് വലത്ത് റൈറ്റിലേക്ക് ഇനി ഒരു വഴി കാണാം. ആ വഴിക്ക് ഇത്തിരി ആന്റി അതൊന്നും കണ്ടിട്ടില്ല. ഗിരീഷിന്റെ വീട്ടിലോ മരിച്ചുകൊണ്ടാണ് കിടത്തിയപ്പോഴും കൂടെ ഞാൻ പോയിട്ടുണ്ട്. ഞങ്ങളുടെ സ്കൂളിലാണ് കൊണ്ടാ കിടത്തിയത്. ആദ്യം വീട്ടിൽ കൊണ്ടുപോയി. പിന്നെ ഇവിടെ റൈറ്റ് സൈഡിലേക്ക് ഒരു വീട് ഇതാണോ? ആ വഴിയുണ്ട്. ഈ വഴി ഇതാണ് അദ്ദേഹത്തിന്റെ. ഇപ്പൊ അനിയൻ താമസിക്കുന്നുണ്ട് ഹൈദരാബാദിൽ. പെണ്ണുമ്പള കോഴിക്കോട്. ഒരുത്തൻ എഞ്ചിനീയർ ആണ്, ഒരുത്തൻ അല്പം സ്വല്പം പാട്ടൊക്കെ എഴുതും തോന്നുന്നു. തെറ്റാണ്. മക്കളാണോ? മക്കളില് മൂത്തവൻ സിനിമ അഭിനയിക്കാം, ഒരുപാട് സിനിമ അഭിനയിച്ചു. ലോകന്റെ സ്ക്രിപ്റ്റ് ഒക്കെ അവൻ എഴുതി. രണ്ടാമത്തല്ലടാ, കുറെ സിനിമ അഭിനയിച്ചിട്ടുണ്ട്. ഇല്ല, 2 പേര് അഭിനയിച്ചിട്ടുണ്ടോ? ഒരുപാട് സിനിമ ഞാൻ കാണിച്ചു തരാം. സീന് കൊറേ ഉണ്ട്. മറ്റേ കുഞ്ഞു കുഞ്ഞു റോളാണ് അവന്. കാരണം അവൻ സ്ക്രിപ്റ്റ് റൈറ്ററാണ്. മറ്റവൻ ലിറിസിസ്റ്റ്. ബ്രഹ്മയുഗത്തിലേക്ക് അവനേക്കാള് വലുത് ഞങ്ങളെ മനു മഞ്ജിത്ത. അവൻ ആള് അറിയാണെങ്കിലും പാട്ട് കുറെ എഴുതിയിട്ടുണ്ട്. ഇവന്റെ ഫ്രണ്ടിന്റെ ആങ്ങള മനു മഞ്ജിത്ത് ഒത്തിരി പാട്ട് എഴുതിയിട്ടുണ്ട് ചേച്ചി. കുറേ സിനിമയില്. ഇവിടെയാ വീട്. ഇപ്പൊ അങ്ങ് പോകുമ്പോ കാണാം. 150 സിനിമയിൽ പാട്ട് എഴുതിയിട്ടുണ്ട്. ഈ ഇടത്തോട്ട് ഇതിലങ്ങ് പോയാൽ ചേച്ചി ഉള്ളിയേരി പോകാൻ നല്ല റോഡാണ്. ഞങ്ങൾ ഇതിലെ ആന്റി ഉള്ളിയേരി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാണുവാഷിന്റെ അല്ല, അത് കുറ്റിയാടിയാ. നമ്മുടെ ഉള്ളിയേരി സുര സുരേന്ദ്രനില്ലേ മനസ്സിലായി. ഉള്ളിന്ന് വിളിക്കുന്നത് ഉള്ളിയേരിന്ന് വിളിക്കുക. ബിജെപിക്ക് നല്ല വളർച്ചയില്ലേ ചേച്ചി? ഇല്ലേ? ഇല്ലേ നിങ്ങളുടെ നല്ല വളർച്ച ഇവിടെ ഇല്ല ആന്റി? ഇവിടെ നല്ലപോലെ ഉണ്ട്. പക്ഷെ ഇവര് ഒറ്റൊരു സീറ്റ് കിട്ടാറില്ല അവർക്ക്. അത്തോളി പഞ്ചായത്തിൽ ഒരു സീറ്റ് കിട്ടി, ഇപ്രാവശ്യം അതും പോയി. ഞങ്ങളുടെ ഉള്ളിൽ പഞ്ചായത്ത് ഒരിക്കലും കിട്ടാറില്ല. ഇവിടെ കോൺഗ്രസ് ഇപ്പൊ അങ്ങനെ വലിയ മുന്നേറ്റം ശക്തിയില്ല. ഞങ്ങളുടെ അവിടെ ജനം മാറി ചിന്തിച്ചു തുടങ്ങി. ഇവിടെ കുറെ ചെറിയ ഭൂരിപക്ഷത്തിന് അയച്ചു കോൺഗ്രസും ജയിച്ചിടത്തൊക്കെ ജയിച്ചിട്ടുണ്ട്. അതുപോലെ മാർക്സിസ്റ്റ് പാർട്ടിയൊക്കെ ചെറിയ കഴിഞ്ഞ വർഷം വരെ അവർക്ക് ഇത്ര ഇതില്ലായിരുന്നു. ഇയാളുടെ ഈ തോന്നിയാസം കാരണമാണ് ഇവരിപ്പോ കൂടുതൽ കൊണ്ടുപോയി. പക്ഷെ 50 സീറ്റും കൊണ്ടുപോയത് ഇവരുടെ തോന്നിയാസം. അവർക്ക് പിന്നെ ഓ രാജഗോപാൽ ഉണ്ടായിരുന്നപ്പോഴേ
2016 കേട്ടോ. കോർപ്പറേഷൻ രാജഗോപാൽ. ആ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒറ്റ സീറ്റേ കിട്ടിയുള്ളൂ. ഓ രാജഗോപാല് അല്ല, അത് പിന്നെ നിയമസഭയിൽ നിയമസഭയിലല്ലേ, രാജ്യസഭയില്, ലോക്സഭയില്. അപ്പൊ അതില് ഓ രാജഗോപാൽ ലോക്സഭയിലാണോ? അത് കഴിഞ്ഞ് അപ്പോഴാണ് അങ്ങേരെ ഉടനെ തന്നെ അവിടെ എടുത്തു. അപ്പൊ വാജ്പേയി ആരൊക്കെ ആയിരുന്നു അവരവിടെ സഹമന്ത്രിയായിട്ടെടുത്ത്, റെയിൽവേ സഹമന്ത്രിയാക്കി. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ. ഇങ്ങോട്ട് കുറ്റിയാടി ഇടത്തോട്ട് പോകുന്ന റോഡ് അങ്ങനെ അതവിടെയായി. അത് കഴിഞ്ഞിട്ട് അവരുടെ പരിശ്രമമാണ് ഇപ്പൊ അവർക്ക് കിട്ടിയത് കേട്ടോ. ഒരുപാട് പരിശ്രമിക്കും, നല്ല വർക്ക് ചെയ്യുന്നവര് ഇവിടെ നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ട് ചേച്ചി. അവർക്ക് നല്ല, പക്ഷെ ഇപ്രാവശ്യം അനങ്ങിയില്ല. പേരിനൊരു സ്ഥാനാർത്ഥി നിർത്തിയത് മാത്രമേ ഉള്ളൂ. അമ്മേ അവരനങ്ങുകയോ പണിയെടുക്കുകയോ ഒന്നും വേണ്ട. നമ്മളവന്മാര് വൃത്തികേട് ചെയ്ത് തോറ്റോളും. അതാണ് തത്വം. അല്ലാതെ മാർക്സിസ്റ്റ് പാർട്ടി നന്നായിട്ട് ഭരിച്ചാൽ മാർക്സിസ്റ്റ് പാർട്ടിയോട് ആർക്കും വിരോധം ഉണ്ടാവും? ഇല്ല. പക്ഷെ അവന്മാർ അത്ര വൃത്തിയായിട്ടാ ഭരിക്കും. കഴിഞ്ഞ പ്രാവശ്യം ശരിയാണ് മക്കളെ, അഹങ്കാരത്തിന്റെ മൂർധന്യാവസ്ഥയിൽ അവര്. നമ്മളെല്ലാരും ബേസിക്കലി ഉള്ളിന്റെ ഉള്ളിൽ പാർട്ടിക്കാരാണ്. ഉള്ളിന്റെ ഉള്ളിൽ പാർട്ടിക്കാരാണെങ്കിൽ ചേച്ചി ഞങ്ങളുടെ ഇവിടെ കുറച്ച് ജാതി സ്പിരിറ്റും ഉണ്ട് ഇവിടെ ഭരിക്കുന്നവർക്ക്. ഞങ്ങളുടെ പഞ്ചായത്തില് CPM കാരിൽ തന്നെ ജാതി സ്പിരിറ്റ്. ആലോചിച്ച് ജോലി കൊടുക്കുന്നൊക്കെ അവരുടെ ആൾക്കാർക്ക്. അത് മാത്രല്ല, അവരുടെ ആൾക്കാർക്ക് എല്ലാം കൊടുക്കുകയും ചെയ്യും. പിന്നെ എന്റെ ലാസ്റ്റ് വോട്ടാട്ടോ മാർക്സിസ്റ്റ് പാർട്ടിന്റെ അമ്മ. ഇപ്രാവശ്യം അന്നേരം പിന്നെ നമ്മളെ സ്വന്തം ആളായി പോയി. അല്ലെങ്കിൽ അതുപോലെ ഇവിടെ ആരായിരുന്നു സ്ഥാനാർത്ഥി കഴിഞ്ഞ വർഷം നിന്ന പെണ്ണിനെ 100 വോട്ട് കിട്ടിയ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഒരു ചെക്കനെ ഓട്ടോറിക്ഷക്കാരനാണ്. എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്ക് 13 വോട്ടിന്റെ ഭൂരിപക്ഷം. ഇവര് 400 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാവും പറഞ്ഞു. ഞാൻ പറഞ്ഞു അന്നേരം പറഞ്ഞു ഓവർ കോൺഫിഡൻസ് വേണ്ട. പക്ഷെ ആ ചെക്കൻ നല്ല അറിയാവോ, ഈ പിണറായിയെ കൊണ്ട് എല്ലാരും മതിയായി. പിണറായി അങ്ങനെ ചേച്ചി ഞങ്ങളുടെ ഇവിടെ ഭരിക്കുന്നവന്മാരൊക്കെ കണക്കായി. അല്ല, പിണറായിയെ കൊണ്ട് എല്ലാവർക്കും ഒന്ന് മതിയായി. ബാക്കിയുള്ളവരൊക്കെ സഹിക്കാം, പക്ഷെ അയാളെ കൊണ്ട് സഹിക്കാം. ആന്റി VS അച്യുതാനന്ദനെയോ EK നായനാരൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ഫലിതമുണ്ട്. നമ്മൾ അറിയാതെ ഒരു അവര് ഏറെക്കുറെ സത്യസന്ധരായിരുന്നു. വന്നതോടെ ശബരിമല മോഷണം, ശബരിമല സ്ത്രീപ്രവേശനം, അവര് ഫലിതം മാത്രമല്ല നമുക്ക് റെസ്പെക്ട് ഉണ്ടാവും. തട്ടിക്കളിച്ചാണ് അയാളിന്. അത് തെളിയട്ടെ, എന്തായാലും തെളിയണില്ലേ അതിലുള്ള അമ്മേ. കോമഡി അറിഞ്ഞില്ലേ? അടൂർ പ്രകാശിനെ ED പൊക്കി. അതല്ല ഇന്നത്തെ ഹൈലൈറ്റ്. അടൂർ പ്രകാശിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ പൊക്കി. സോണിയാഗാന്ധിന്റെ ഇപ്പൊ കുടുങ്ങി. കോൺഗ്രസിന്റെ പാരടി പാടാൻ പറ്റൂല, അവരും കുടുങ്ങി. അത് ശരി, പാരടി പാടാൻ ആകെ അർഹതല്ല BJP-ക്കാർക്കേ ഉള്ളൂ. അതെന്താ ചേച്ചി, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സോണിയാഗാന്ധിയുടെ അടുത്ത് പോണെന്ന് പറഞ്ഞു കയ്യെ തട്ടി കെട്ടിക്കൊടുക്കുക വേണ്ടൊക്കെ ചെയ്യാം. അപ്പൊ അയാള് വിചാരിച്ചത് അയാള് നല്ല രീതിയിൽ ചേച്ചി മനു ബച്ചിത്ത് എന്ന് പറഞ്ഞ പാട്ട് എഴുത്തുകാരൻ്റെ മനീഷ അവിടെ ഉണ്ട്. എന്റെ അമ്മ കണ്ടാ വിളിക്കും. മനീഷന്റെ രജിസ്റ്റർ മാരേജിന്റെ കാര്യം ഇവർ അറിഞ്ഞില്ലായിരിക്കും. കഴിഞ്ഞോ? ഞാനല്ലേ ഒപ്പിട്ട് കൊടുത്തത്. അയ്യോ എന്റെ കണ്ണടിച്ച് പൊട്ടിക്കണല്ലോടാ. അതിനാണ് ഇന്നാളൊക്കെ കള്ളത്തരം നിങ്ങളോട് പറയാൻ പറ്റൂ. രജിസ്റ്റർ മാരേജ് ചെയ്യാൻ എന്നോട് പറഞ്ഞ നടത്തെന്താ? അച്ഛനോട് പറഞ്ഞു കൊടുക്കലില്ലല്ലോ. ചേച്ചി ഇവരെന്താ ചേച്ചി കാസിലെ മണ്ണാമാരാ. ഈ പെണ്ണെ അവള് കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കന് പോരേരാ. ഈ ചെക്കന് നിറയില്ല, കളറില്ലെന്ന് പറഞ്ഞ് ഈ വീട്ടുകാർ സമ്മതിക്കല്ല. നല്ലൊരു ചെക്കനാ പോലും. അവര് പറയുന്നത് ഇവനായാലും പറ്റുമായിരുന്നു അവർ പറഞ്ഞു. ഞങ്ങള് അവളല്ല ആര് കേട്ടു. അങ്ങനെ ഇപ്പൊ ആ പെണ്ണ് കെട്ടിക്ക് നന്നായി. 33 വയസ്സായി ചേച്ചി. ഇനി എന്താ അപ്പൊ എന്റെ കാര്യോ? നീ ആണല്ലോ എന്റെ കാർഡ് 500 പെട്രോൾ. 500 പെട്രോളാ? അറിയില്ല, അവര് പൊക്കുവാണെങ്കിൽ ഒപ്പിട്ടപ്പ എന്നെ അന്വേഷിച്ചു വരും. ഞാൻ ആട്ടി വിടുകയും ചെയ്യും. അതൊക്കെ രസല്ലേ ലൈഫിൽ ഒരു ഒളിച്ചോട്ടത്തിന് പോകുന്ന. ഈ സ്ഥലത്തിന്റെ പേരെന്താണ്? കൊടശ്ശേരി. വടശ്ശേരി. കൊട. ഓ
ഇവിടെ എല്ലാം ശേരികളാണ്. ഓ അത് ശരി. ശേരി, ബാലുശ്ശേരി, കൊടശ്ശേരി, പുത്തൻശേരി. ആന്റി ഇതുവഴി പിന്നെ എന്താ പറയണ താമരശ്ശേരിക്ക് പോകാനായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തു പോലെ. നമ്മള് ഉള്ളിയേരി എത്തണം. നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വണ്ടി ഓടിക്കുമ്പോഴാണേലും വണ്ടി ഓടിക്കുമ്പോഴേ എന്തെങ്കിലും വർത്തമാനം പറയണമെങ്കിലേ കൈ കാണിച്ചിട്ടേ ചെയ്യുമല്ലേ. അപ്പോഴവരെന്ത് ചെയ്യുമെന്ന് അറിയാവോ, വിചാരിക്കും സിഗ്നലാണെന്ന്. ഞാൻ പറഞ്ഞിട്ടുണ്ട് കൈ താഴ്ത്തിയിട്ട് വർത്തമാനം പറയണമെന്ന്. നമ്മള് പുത്തഞ്ചേരി അത് എപ്പോഴല്ല ഉണ്ണി ചില സമയം. പുത്തഞ്ചേരി നിങ്ങൾ തിരിഞ്ഞിട്ട് നമ്മള് ഒരു സ്ഥലത്തെത്തിയില്ലേ, അത് ഞാൻ പറഞ്ഞ ബിരിയാണി ഉണ്ടാകും. 500 രൂപയ്ക്ക് 4 എഴുതിട്ടല്ലേ കിട്ടിയുള്ളൂ. കഴിയൂടെ ഓ 500 നോട്ട് അടിക്കും. മതി, പൈസ കൊടുക്കാം, വേണ്ട വേണ്ട, പൈസ കൊടുക്കാം. തിരിച്ച് ഞാനും അമ്മയല്ലേ. ശരിക്കാണ് നമുക്ക് പോണ്ട്. അയ്യോ അല്ല അല്ല അല്ല, അങ്ങോട്ട് ചോദിച്ചല്ല, അത് കഥ പറഞ്ഞ അത് നമ്മള് തമ്മിൽ അറിയാൻ വേണ്ടി പറഞ്ഞു. എന്താ ഇപ്പം മനസ്സിലായി. ചിലര് ചോദിക്കുന്നുണ്ട്, അതാ ഞാൻ കുഴപ്പമില്ല കുഴപ്പമില്ല. പോലും പറമ്പിൽ വന്നിട്ടുണ്ടല്ലോ. എന്തൊക്കെയോ പണിയാണ്. ചേട്ടൻ പറഞ്ഞ ആ പേഷ്യന്റിനെ ഞാൻ പോയി നോക്കിയില്ല. ട്രൗസർ ഇട്ടൊന്നും കയറാൻ പറ്റില്ല. അല്ല ബീഫ് വേണമെന്ന് പറഞ്ഞത് അത് പറയാം. അല്ല എനിക്കറിയാം, ഡീറ്റെയിൽസ് ഒക്കെ കിട്ടി. പക്ഷെ ബൈസ്റ്റാൻഡേഴ്സിനോട് സംസാരിക്കാനൊന്നും പറ്റില്ല. പറ്റില്ലെന്ന് പറഞ്ഞു. കാരണം വെച്ചാൽ ഒന്നാമത് അവരെ ഞാൻ ആ ഡിപ്പാർട്ട്മെന്റ് ഒന്നും അല്ല. അല്ല പറഞ്ഞത് ഞാൻ അവിടെ പോയി കാര്യം അപ്പോഴവരെ വിളിക്കുമ്പോഴേ വന്നു ഞങ്ങൾ പോയി അപ്പോഴായിരിക്കും വന്നത് എന്ന് പറയും. മനസ്സിലായ ചെറിയ കള്ളമൊക്കെ പറയാട്ടാ. എങ്ങനെയുണ്ട്? നല്ല കാര്യമാണ്, നല്ല അല്ല അതെന്താന്നറിയോ, ആക്ച്വലി ഈ പോസ്റ്റ് സ്റ്റോപ്പ് പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് ഒന്നും നമ്മളിങ്ങനെ ഫോളോ അപ്പ് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല. പക്ഷെ ഇങ്ങനെ ഒരാള് പറയുമ്പോ നമ്മള് നാണുവേട്ടനെ കുറെ നാളിന് ശേഷമാണല്ലോ ഞാനൊന്നും മിണ്ടുന്നത്. അപ്പൊ പിന്നെ നോ പറയാൻ പറ്റില്ല. അമ്മൂന്റെ ശേഷം ഞാൻ വന്നില്ല. അന്ന് ഇതുപോലെ വന്നായിരുന്നു ഇവിടെ നമ്മള്. ഞാൻ വന്നപ്പോഴായിരുന്നു വന്നത്. അല്ല അതിനുശേഷം വന്നു. അതിനൊക്കെ ശേഷം വന്നിട്ടുണ്ട് ചേച്ചി. കോഴിക്കോട് പോയിട്ട് വരുന്ന വഴിക്കൊക്കെ അവര് വന്നിട്ടൊക്കെ. പിന്നെ അമ്മ ഇവിടെ 2-3 മാസം നിന്നില്ലേ ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ അവർക്ക് കിട്ടിയിരുന്നല്ലോ ഫാർമസിസ്റ്റ്. ഓ ഇവിടെയാണ് നിന്നത്. അതല്ലേ പരിചയം. മറ്റവളുണ്ടായിരുന്നു അന്ന് അപൂർവ ഇവിടെ ഉള്ളപ്പോഴാ 22 അമ്മൂന് ഭയങ്കര ഇഷ്ടമായി ഇവിടെ നിന്നിട്ടൊക്കെ. അവന് നല്ല ഇഷ്ടമായിരുന്നു. ഞങ്ങൾക്കും അതെ, നല്ലൊരു കുട്ടിയായിട്ട് അവള് നിന്നതൊക്കെ. നാട്ടുകാർക്കും കൂടി ഇഷ്ടമായിരുന്നു. ഇവിടെ വാസറിന്റെ രാവിലെ വന്ന ഫ്രണ്ടൊക്കെ കൊണ്ടാക്കി കൊടുക്കുമായിരുന്നു. ഓട്ടോറിക്ഷ കിട്ടിയില്ലെങ്കിലും. ദുബായിക്ക് പോകുമല്ലേ? അമ്മ ദുബായിലെത്തിയിട്ട് വേണം എന്നോട് അവള് ദുബായിലെത്തിയിട്ട് വേണം ദുബായി കറങ്ങാൻ പോവാൻ. ദുബായി കറങ്ങാൻ പോവാൻ. അപ്പൊ ചിലപ്പോ നിനക്ക് ഒരു വിസിറ്റിംഗ് എടുത്ത് തരും. അവക്ക് അവൾ ആദ്യമേ പറയുന്നുണ്ടായിരുന്നു അവൾക്ക് കാനഡ പോണം എന്നൊക്കെ. പൊതുവേ ഇവർക്ക് എല്ലാവർക്കും ഉള്ള ഒരു കോമൺ ഫാക്ടർ എന്താന്ന് വെച്ചാൽ ഇവർക്ക് നാട് വീട് എല്ലാരോടും എന്തൊക്കെയോ ഒരു അതൃപ്തിയാണ്. ആർക്ക്? അമ്മൂനും അപ്പൂനും ഒക്കെ. അത് എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ മെല്ലെ മെല്ലെ അവർക്ക് മനസ്സിലാവും പുറത്തു പോയിട്ട് വലിയ കാര്യമൊന്നും ഇല്ല. പിന്നെ എങ്ങനെങ്കിലും പോണെന്നൊരു ചിന്തയായിരുന്നു അമ്മൂനുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ പെട്ടെന്നൊന്നും ഇങ്ങനെ. പിന്നെ ബിജു ഏട്ടാ ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് കടത്തിക്കൊണ്ടാന്നൊക്കെ എപ്പോഴും പറഞ്ഞ കേൾക്കാം. ഞാനെന്തായാലും വിചാരിച്ചില്ല ഇപ്പൊ പോകുന്നു. ഇവൻ മിണ്ടിയില്ലേ ചേച്ചി എന്നോട്. ഇവൻ എന്നോടല്ലേ ഏകദേശം ഒക്കെ പറയുന്നതാണ്. അതെന്താന്നറിയോ, അത് അതുകൊണ്ടല്ല, അമ്മയോട് മിണ്ടാത്തോണ്ടല്ല. അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാല് അതല്ല, അച്ഛൻ അറിയുന്നോണ്ടല്ല, സംസാര മധ്യ വിട്ടു. സംസാര മധ്യ ഈ രഹസ്യം സൂക്ഷിക്കാന്ന് പറഞ്ഞാൽ നമ്മളൊരാള് ട്രസ്റ്റ് ചെയ്ത് പറയുന്നത്. അത് തന്നെ അന്ന് ഈ ബിജുവും പിന്നെ ഗീതയൊക്കെ കൂടെ സൗകര്യക്കേടാക്കിയിട്ട് അന്വേഷിക്കാനൊക്കെ പോയതാ. ഇതിനൊന്നും ഒരു ആവശ്യം നിങ്ങൾക്കില്ലായിരുന്നു. എന്താ ചേച്ചി ഒരു സൗകര്യമില്ല. ബിജു ഒരു ദിവസത്തെ 4 പ്രാവശ്യം വിളിക്കായിരുന്നു. ഞാൻ ചോദിക്കുന്നത്, ആ ചെക്കൻ ഭയങ്കര മോശക്കാരനാണെങ്കിൽ കല്യാണത്തിന് പിന്മാറാൻ പറഞ്ഞ അമ്മു പിന്മാറോ? ഇല്ല. ചേച്ചി അവര് പറയാം അവർക്കൊരു രാജമ്മ ചേച്ചിയും ഗീതയും ബിജുവും പറയുമ്പോ നമ്മളൊന്ന് അന്വേഷിക്കേണ്ട. ഞാൻ ബേസിക്കലി ഒരു കാര്യം പറ്റേ, നിങ്ങളെ രാജമ്മ ചേച്ചി അവള് മാറൂല എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പാണ്. നിങ്ങളെ രാജമ്മ ചേച്ചിയും ബിജുവും നിങ്ങളുടെ ടീമും എല്ലാം നടത്തിയ ഒരു 10-15 കല്യാണം ഞാൻ പറഞ്ഞുതരാം. എല്ലാത്തിനും ഓരോ പ്രശ്നമുണ്ട്. ഇപ്പൊ രോഹിത്തിന്റെ കല്യാണം കഴിഞ്ഞു, ഭയങ്കര സംഭവമായിരുന്നല്ലോ. രോഹിത്തിന്റെ പെണ്ണ് ഭയങ്കര കൊക്കാണ്. മീൻസ് അല്ല, കഴിഞ്ഞ പ്രാവശ്യം അതാ നിങ്ങളുടെ പിന്നെ ചേച്ചിയുടെ മോന്റെയോ ആരുടെ ഒരു കല്യാണം ഉണ്ടായിരുന്നല്ലോ അല്ലേ? രോഹിത് അല്ലേ? അല്ല അങ്ങ്
പിന്നെ കേണിച്ചിറയോ ആരുടെ ആ, ഗീത ചേച്ചിയുടെ അല്ലേ? അനിയത്തിയുടെ മോന്റെ അനിയത്തിയുടെ എന്റെ അനിയത്തി ഇളയ അനിയത്തിയുടെ മോന്റെ കല്യാണം അത് ഇവന്റെ കല്യാണം കഴിഞ്ഞിട്ടാണ്. അവന്റെ പേരെന്താ? അരുൺ അരുൺ അമ്മ ഗീതേച്ചിന്റെ ചേച്ചിന്റെ മോന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഈ അടുത്ത് ഗീതയുടെ അല്ല, ചേച്ചിയുടെ പിന്നെ വേറെ ഗീതയുടെ ചേച്ചിയുടെ മോന്റെ പേരെന്താ? അവൻ അമ്മൂന്റെ കസിൻ അല്ലേ എനിക്കറിയില്ല. ഗീതയുടെ ചേച്ചിന്റെ മോൻ. അവര് രണ്ടാളും ഗൾഫിൽ പോയി. ആ പയ്യന്റെ കല്യാണത്തിന് ഇവിടെ ഇവരെന്തൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. എന്തൊക്കെയോ നേഴ്സിനെ കല്യാണം കഴിച്ചത്. അല്ല, എന്തൊക്കെയോ പ്രശ്നങ്ങൾ അതിവിടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ അത് ഡിസംബറിൽ അനിയനെ കല്യാണം കഴിച്ചത്. കഴിഞ്ഞ ഇതിന്റെ പ്രശ്നം ഡിസംബറിൽ എന്താ അറിയോ? ഏട്ടൻ കല്യാണം കഴിച്ചിട്ടില്ല. അതായത് നമ്മളീ ഇപ്പൊ വേറെ ഒരു ഫാമിലിന്റെയും കാര്യത്തിൽ നമ്മളിപ്പോ മമ്മി പറയുന്ന പോലെ ഇവരൊന്നും മമ്മീന്റെ കൂടെ നിന്നോരൊക്കെ ആയിരിക്കും. കുറേ പോണമല്ലോ. പിന്നെ നിങ്ങളുടെ പെട്ടെന്ന് എത്തും. നിങ്ങൾ അത്തോളി എന്ന് പറയുന്നത് ഇവിടുന്ന് ഞങ്ങൾക്ക് ഉള്ളിയേരിന്ന് അത്തോളിന്ന് ഏകദേശം കണക്കയച്ചു ദൂരാണ്. ഇത് 2 ടൗണ്, ഒന്ന് അത്തോളി ഒന്നും ഉള്ളേരി, ചെറിയ ടൗണുകളാ. പിന്നെ അങ്ങോട്ട് പേരാമ്പ്ര കുറ്റിയാടിയാ. ഇവിടുന്ന് 5-8 കിലോമീറ്റർ ഉണ്ടാവും അല്ലേ അങ്ങോട്ട്? അങ്ങോട്ട് നമ്മുടെ പുത്തഞ്ചേരിക്ക്. അത് ഞങ്ങളുടെ ഇവിടുന്ന് ഈസ്റ്റോട്ടിൽ പോകുന്നത് അത്രയും ദൂരം. കൊയിലാണ്ടിക്ക് പിന്നെ 18 രൂപ വേണം. അപ്പൊ ഒരു 10-12 കിലോമീറ്റർ. കൊയിലാണ്ടി ബാക്കിലാണോ ഫ്രണ്ടിലാണോ ആന്റി? അതല്ല, കണ്ണൂർ റോഡിനാ. കോഴിക്കോട് കണ്ണൂർ റോഡ്. ചോദ്യത്തിന് കണ്ണൂർ റോഡിൽ ഉത്തരം പറ. ടച്ച് ചെയ്യും. കൊയിലാണ്ടി ബാക്കിലാണോ ഫ്രണ്ടിലാണോ? നമ്മൾ അവിടെ ഇരുന്ന് ഇങ്ങോട്ട് വന്ന ട്രെയിനിലെ നമ്മുടെ ഫ്രണ്ടില് മുമ്പ് 2 മനുഷ്യർ ചേച്ചി അത്തോളിയാണല്ലേ? അത് അത്തോളിയാണ് കേട്ടോ. അവരിവിടെ ഉള്ളവരാ. പിന്നെ ആദ്യം ഇരുന്ന ആളില്ലേ, അത് മറ്റേ വീട്ടില്ലേ, അയാളുടെ മകന്റെ പിന്നെ അമ്മായി അച്ഛനാണത്. അവരിവിടെ കോഴിക്കോടൊരു പിന്നെ ഇതിന് പോയതാ, ആലപ്പുഴയിലൊരു ഫാമിലി ഗെറ്റ് ടുഗദറിന് പോയതാണ്. അതാ മകനും ഭാര്യയാണ് ബാക്കിലിരുന്നത്. മകനും അയാളുടെ രണ്ടുപേരുടെയും ഭാര്യമാരാണ് ഓപ്പോസിറ്റ് സൈഡിൽ. അങ്ങനെയൊക്കെ ഞാൻ ഏകദേശം ഊഹിച്ചത്. ഇവിടെ ഒരു സഹകരണ ഹോസ്പിറ്റൽ ഉണ്ട്, അവിടെ ചോദിച്ചു നോക്കാം. ഇനിയിപ്പോ കുറച്ച് നീ നിൽക്കാൻ കുറച്ച് നേരത്തെ വേണമെങ്കിലടാ. വേണ്ട, ഒരു താല്പര്യമില്ല. സഹകരണ ഹോസ്പിറ്റൽ പാർട്ടിക്കാരുടെ ഒരു ഒച്ചാന്തരം എനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെ പറഞ്ഞതല്ലേ, നാരായണിയൊക്കെ പറഞ്ഞതല്ലേ. എന്തോന്ന് രാത്രി 8 മണി തൊട്ട് രാവിലെ 8 മണി വരെ എത്രയാ 100 പേഷ്യന്റ്. പ്രാന്താവൂല എനിക്ക്. അത്രയും പേഷ്യൻസ് ഒക്കെ വരുമോ? ഒരു മിനിറ്റ്. ഹലോ ഹലോ, ആ വീട്ടിലുണ്ടോ? ഇല്ല, ഞാനൊരു സ്ഥലം വരെ പോയിരിക്കാ, തിരിച്ചിപ്പോ വരും. മറ്റേ ഇവരെ ഡാൻസ് ക്ലാസ്സിലേക്ക് നിങ്ങളൊക്കെ കയറി ഡാൻസ് കളിക്കുന്നുണ്ട് അത്ര. ഞാനോ? ആ, അതെപ്പോ? മനോഹരമായ ഒരു ഡാൻസ് ഉണ്ടായിരുന്നൊക്കെ ഞാൻ പറഞ്ഞു. അയ്യോ, ഏതാ പാട്ട്? വേൽമുറി കേക്കി വെറുതെ കയറി തുള്ളുന്നുണ്ട് അത്ര. നിങ്ങളെ പേരൊക്കെ ഇതിൽ കണ്ടേ. അപ്പൊ മുങ്ങണം. മുങ്ങുന്ന്. ആരാ? ഹിമേജ് ആണോ? ഡാൻസ് ക്യാൻസൽ ചെയ്യും. അല്ല, എല്ലാരും ഉണ്ട്. ഓക്കെ, നമുക്ക് വരാം. ഇതിനെന്താ ഡാൻസ് കളിക്കുന്നത്? നിങ്ങളെല്ലാരും ഉണ്ടേ നമ്മള് കളിക്കും. അപ്പുണ്ടാവും. അത് മതി, സെറ്റ്. 6 മണിക്ക് വരൂലേ? 6 മണിക്ക്. ആ, ശരി. അപ്പൊ മുങ്ങണം. എന്നെ കണ്ടോ ഈ ഡാൻസ് ഒന്നും കളിക്കാൻ? രസമല്ലേ പിള്ളേരുടെ കൂടെ ഒക്കെ കിടക്കുന്നത്? അതൊക്കെ ഒരു രസമല്ലേ. ഇതിപ്പോ നമ്മളങ്ങനെ നാഷണൽ ഹൈവേയിലേക്ക് ഷോർട്ടായിട്ട് പോവുക ചേച്ചി. അല്ലെങ്കിൽ നമ്മളിപ്പോ വന്ന വഴിക്കാ നേരെ കോഴിക്കോട് പോകാം. അത് ചെറിയ റോഡാ, ബ്ലോക്കും ഒക്കെ ആയിരിക്കും. ഇതിപ്പോ നമുക്ക് പെട്ടെന്ന് നാഷണൽ ഹൈവേയിലെത്താം. ഞാനോർത്ത് ചേച്ചി ഇവിടെ PSC കോച്ചിങ്ങിനൊക്കെ വരികയാണെന്ന് അവിടുത്തെ റിസൈൻ ചെയ്തിട്ട് അമ്മു ഞങ്ങൾ കുറെ കാലം കൊണ്ട് പറഞ്ഞിട്ട് ചേച്ചി അവർക്ക് അവിടുത്തെ ഫുഡ് പറ്റില്ല, ഭയങ്കര സ്ട്രെസ്സാണ് ജോലിക്ക്, അവിടെ വലിയ ചാവാനായിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോരാൻ എപ്പോഴും പറയരുത്, ഞങ്ങൾ പറയും. പക്ഷെ വീട്ടുകാർ ഒരിക്കലും പറയല. ബാംഗ്ലൂരത്തെ ഫുഡ് മോശം അല്ല, കാരണം ഏകദേശം ഇവിടുത്തെ ഫുഡ് തന്നെയാണ് അവിടെ. ഒന്നും പറ്റില്ലെന്നാണ്. പക്ഷെ ജോലി ഭയങ്കര സ്ട്രെസ്സാണ്. അതായിരിക്കാം. അപ്പൊ വീട്ടുകാർ ഗീതയെന്നാണോ പറഞ്ഞ ഇങ്ങോട്ട് വന്നിട്ട് എന്താക്കാനാ? നമുക്ക് എല്ലാ കാലത്തും വീട്ടിലുള്ള തേങ്ങ അരച്ച കറി കൊണ്ട് ജീവിക്കാനൊന്നും പറ്റില്ല. പല പല സ്ഥലത്തും പോകും. ഒക്കെ അങ്ങനെ തന്നെ. ഇപ്പൊ എടാ മോനെ, എന്നെ കൊണ്ട് നീ എവിടെ വേണോ കേട്ടോ, ഏത് ഇന്ത്യയിലല്ല ഇന്ത്യക്ക് വെളിയിലാണെങ്കിലും എവിടെ കൊണ്ടിട്ടാലും ഞാൻ ജീവിക്കും.
കാരണം എന്താ വെച്ചാൽ ഏത് ഭക്ഷണവും അങ്ങനെ വേണം ചേച്ചി. ഞാൻ ഏത് ഭക്ഷണവും ഞാൻ കഴിക്കും. ഞാൻ തറയാവും, ഏറ്റവും ഹൈ ഇതുമാകും. പക്ഷെ എനിക്ക് മനസ്സിലായോ? ഒട്ടും പറ്റില്ല കേട്ടോ. എനിക്ക് ഒട്ടും പറ്റും, കഴിക്കാൻ പറ്റും, പറ്റില്ല. എനിക്ക് പറ്റും, ഇഷ്ടമുണ്ടെങ്കിൽ പറ്റും. മാത്രം എനിക്ക് എനിക്ക് പറ്റും പറ്റും. കഴിക്കാൻ. പ്രത്യേകിച്ച് ഇപ്പൊ കുറെ ആയിട്ട്. അതിൽ ഞാൻ പെട്ടുപോയത് ചാർദാം പോയപ്പോഴാണ് ഞാൻ പെട്ടത്. കാരണം അവിടെ ചെന്നപ്പോഴത്തേക്കും തണുപ്പിന്റെ ആധിക്യം എനിക്കൊന്നും വയ്യ. പിന്നെ ചായ കുടിച്ചപ്പോ അങ്ങ് എന്താ എനിക്ക് ഓക്സിജൻ ലെവൽ കുറഞ്ഞു, എല്ലാം കുറഞ്ഞു. ഞാൻ ബ്ലൂ ആയി, എല്ലാം ആയി. അങ്ങനെ എനിക്കൊന്നും കഴിക്കാനും വയ്യ, ഒന്നും വയ്യ. ഇത്ര ചായ കട്ടൻ കുടിച്ച കാണുമ്പോ സങ്കടം വരും. അല്ല, ഇത്ര ഒരു എനിക്ക് അതുപോലും വേണ്ട എനിക്ക്. അങ്ങനെ ഞാൻ പെട്ടുപോയി. പക്ഷെ താഴെ ഇറങ്ങി വന്ന് ഇതായപ്പോഴത്തേക്കും ഡൽഹിയിൽ വന്നപ്പോഴത്തേക്കും സുഖമായിട്ട് പിന്നെ ഇത് ആലു ഗോപി പിന്നെ പൊറോട്ട തന്നു. ഗോപി പൊറോട്ട, ആലു പൊറോട്ട തന്നു. ഇല്ല പിന്നെ നമ്മുടെ അവിടെ പിന്നെ വേറെ ഒന്ന്, കേരളം വിട്ടാൽ കുഴപ്പമില്ല. തമിഴ്നാടാണെങ്കിലും കുഴപ്പമില്ല, തെലുങ്കാണെങ്കിലും ആന്ധ്ര ആണെങ്കിലും കുഴപ്പമില്ല. അത് കഴിഞ്ഞ് എവിടെ പോണെങ്കിലും നോർത്തിലോട്ട് അങ്ങോട്ട് പോവുകയാണെങ്കിൽ പിന്നെ ചോറ് വളരെ പൊള്ളിച്ചെടുക്കില്ലേ, ചപ്പാത്തി ഉണ്ടാക്കിയിട്ട്, അതിനാണ് പുൽക്കാന്ന്. അതിവിടെ ഞങ്ങൾക്ക് മാർബിളിന്റെ പണിക്കാർ വന്നപ്പോ അവരങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അവരുടെ മെയിൻ ആഹാരം റോട്ടിയാണ്. റൊട്ടി രാവിലെ ഉച്ചക്ക് രാത്രി എപ്പോഴും റോട്ടി. അപ്പൊ അവിടെ ആണെങ്കിൽ ഞാനും അങ്ങനെ തന്നെ. അത് നല്ലതാ. ഞങ്ങൾ എന്നും ഞങ്ങൾക്കും തരുമായിരുന്നു അത് രാത്രി 3 നേരവും ഞാനത് കഴിച്ചാലേ അവര് കടുകണ്ണ കൊണ്ടാണ് ആഹാരം. 3 നേരവും എനിക്കത് കഴിച്ച വിഷമല്ല. പക്ഷെ കറിയാണെങ്കിൽ ഒന്നി കുറുമ, അല്ലെങ്കിൽ മട്ടർ പനീർ, അല്ലെങ്കിൽ പിന്നെ പനീർ മട്ടർ, പിന്നെ അങ്ങനെ. ഇവരെങ്ങനെ കുറെ ഉരുളക്കിഴങ്ങും വെല്ലുള്ളിയും പിന്നെ വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ടിട്ടാണ് ഇവര് വെക്കുക. അത് അവരുടെ സദ്യ. പിന്നെ ഒരു ദിവസം മാത്രം ചോറ് വെച്ച് വെച്ച് ഒരു സ്ഥലത്തിന് വയറ്റ് സൂക്കേട്. 1.5 മാസം അവരുടെ നിന്നല്ലേ ഞങ്ങളുടെ ഇവിടെ മാർബിളിന്റെ പണിക്ക്. വീട്ടിൽ തന്നെ താമസിച്ചതാ. ഞങ്ങൾ രണ്ടുപേരും അമ്മാവന്റെ വീട്ടിൽ പോയി കിടക്കും, മാസവരുടെ പണിക്കാരുടെ വീട്ടിൽ കിടക്കും. പിന്നെ അതിന് ഒരു ദിവസം വെച്ചത് എന്താണെന്നറിയാം, ഈ ഒരു ഭയങ്കര പുളിയുള്ള മാങ്ങ ഉണ്ട്, അതിനിവിടെ കുറുക്കൻ മാങ്ങ എന്ന് പറയും. ആ മാങ്ങയും കുറെ ഉള്ളി എല്ലാം കൂടെ ഇട്ടിട്ട് ചോറ് വെച്ച് എന്തിന് പറ്റും. എന്റെ അമ്മ ഇവിടെ എത്ര ഹൈറ്റിലടാ. ഇതേതോ ബൈപ്പാസ് റോഡ്. ഇതാണ് ബൈപ്പാസ്, കണ്ണൂർ കോഴിക്കോട് റോഡ്. ഓ അത് ശരി. ഇതുപോലത്തെ ഒരു പാലം നമ്മുടെ അവിടെ നിന്ന് പടിഞ്ഞാറോട്ട് ഇപ്പൊ ഉണ്ടാക്കിയിട്ടില്ലേ. തിരുവിങ്ങാർ അല്ലേ? തിരുവങ്ങൂർ എന്ന് പറയുന്ന സ്ഥലത്ത് സർവീസ് റോഡ്. ഇത് എത്ര പെട്ടെന്ന് എത്തുമെന്നറിയാം. ഇങ്ങനെ ഇങ്ങോട്ട് കുറെ റോഡ് ഓപ്പൺ ചെയ്തോണ്ടേ ഏതെത്താം. സിനിമ ഉള്ള ദിവസം ഞാൻ 17 മിനിറ്റ് കൊണ്ട് കോഴിക്കോട് എത്തും. അല്ലാത്ത ദിവസം കോഴിക്കോട് എത്തും. ഈ സിനിമ അല്ലാത്ത ദിവസം ഞാൻ 1 മണിക്കൂർ. ഒന്ന് മൊബൈൽ, ഇവന്റെ ഫസ്റ്റ് ഇവന്റെ മൊബൈലിനേക്കാൾ കൂടുതൽ സിനിമയാണ്. മൊബൈല് സിനിമ. ഇക്കൊല്ലം ഞാന് ഈ ഒരു കഴിഞ്ഞ 6 മാസമായിട്ട് ഞാൻ ആകെ 2 സിനിമ കണ്ടിട്ടുള്ളൂ. അതെന്താന്ന് വെച്ചാല് എക്സാം ഉള്ളതുകൊണ്ട്, എക്സാമിന്റെ ഒക്കെ PSC എക്സാമിന് നല്ലോണം പഠിക്കണേടാ. ഇനി ഞാൻ സിനിമ ആണ് കേട്ടോ. എക്സാം എന്താണ്? ഞാൻ കാണുന്നില്ല. ഇന്ന് ഞാൻ സിനിമ കാണാൻ വിചാരിച്ചു. ഇവനോട് അന്തരിവേടെ പറഞ്ഞ ദിവസം എണീറ്റ് രാവിലെ ഓരോരോ കാര്യങ്ങൾ നല്ല റുട്ടീനായിട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ ഇവൻ ഇതുവരെ തുടങ്ങിയിട്ടില്ല. നാളെ മുതൽ തുടങ്ങി. കഴിഞ്ഞ ദിവസം ഡിസംബർ 31 റിസൈൻ ചെയ്തിട്ട് വയനാട്ടിൽ നിങ്ങൾ വന്നതാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ. ഒരു വർഷം കഴിഞ്ഞു. അത് വേണ്ടായിരുന്നു തോന്നുന്നു. അത് വേണ്ടായിരുന്നു തോന്നുന്നു. അന്നപ്പുറം മനസ്സമാധാനെങ്കിലും ഉണ്ട്, കുറച്ച് പൈസ ഉണ്ടാവും. എനിക്ക് ഇവിടുന്ന് പോണം, അല്ലാണ്ട് മനസ്സമാധാനം അവിടെ നിന്നിട്ട് ഇവനെന്തെങ്കിലും ഒരു സേവിങ്സ് വേണ്ട ചേച്ചി. എന്നെ പത്തിന്റെ അമ്മേന്റെ അടുത്തുണ്ടാവും. അവന്റെ കാര്യം അവൻ നോക്കുന്നില്ലേ? പിന്നെ എന്തിനാ അവൻ സേവിങ്സ് വെക്കുന്നത്? ചേച്ചി വണ്ടിയിൽ അത്ര പെട്രോൾ ഒഴിക്കണം, വയ്യാണ്ടായാലും വേണ്ടേ? എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടാവില്ലേ എങ്ങോട്ടെങ്കിലും പോണെങ്കിലൊക്കെ? അതൊക്കെ അവൻ ചെയ്യുന്നില്ല. അപ്പൊ ഒരു വരുമാനം വേണ്ടേ ഇവന്? അതൊക്കെ അവൻ ചെയ്യുന്നു. കുറച്ച് സേവ് ചെയ്യാം. വരുമാനം സേവിങ്സ് എനിക്കില്ല, അത് ഞാൻ ചെയ്യാം. അതാ ഞങ്ങൾ പറയുന്നത്. ഞങ്ങളിപ്പോ നിന്നോ നാളെ എന്നും പറഞ്ഞിരിക്കുന്നവരാ. ഞാൻ പറഞ്ഞെന്താ അറിയാമേ, ഇവിടെ നിങ്ങളെ കാലം കഴിയാന്ന് പറയല്ലോ, അങ്ങനത്തെ ഒരു കാലത്തൊന്നും എനിക്ക് ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റൂല കേട്ടോ. അങ്ങനെയല്ല, ഞാൻ സർവൈവ് ചെയ്യും, പക്ഷെ ഇവിടെയുള്ള നാട്ടുകാരായിട്ട് ഞാൻ സെറ്റ് ആവില്ല. വയനാട്ടിലാണെങ്കിൽ എനിക്ക് ഭയങ്കര സുഖം കേട്ടോ. പക്ഷെ അച്ഛനായിട്ട് സമ്മതിക്കില്ലല്ലോ വിട്ടിട്ട് പോകാനും. അങ്ങനെ വയനാട്ടിൽ നിന്ന് കല്യാണം കഴിക്കാം, അതാ ഈ സുഖം. അച്ഛൻ അത്
എല്ലാവർക്കും അവരവരുടെ അച്ഛൻ എന്താ അമ്മ അച്ഛന് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ അങ്ങനെ ആകും ഈ ഒരുമാതിരി പഠിപ്പിച്ച ജീവിതം ആക്കരുതായിരുന്നു. അത് ഒറ്റ ഫ്രണ്ട്സും ഇല്ല, എവിടെയും ഇല്ല. NSS ക്യാമ്പൊക്കെ വീട് സ്ഥലം വിറ്റ് അല്ല കുറച്ച് ഒരു പൈസ ഒക്കെ ഉണ്ടാക്കി വീട് സ്ഥലം വാങ്ങിക്കോ. ഞങ്ങൾ NSS ക്യാമ്പൊക്കെ കാണുമ്പോ സങ്കടം വരും. ഞങ്ങളും വരും അങ്ങോട്ട്. ഇതൊക്കെ കിടന്നോട്ടെ. നീ ഒരു കാര്യം ചെയ്യും, ഇവിടുത്തെ കുറച്ച് സ്ഥലം വിട്ടിട്ട് അവിടെ ഒരാൾ വീട് വാങ്ങിക്കും, ബാക്കി ഇവിടെ കിടന്നോട്ടെ. അവർക്ക് ഇവിടെ നിറയ്ക്കാൻ നിന്റെ ഇഷ്ടം. അമ്മയ്ക്ക് ഇവിടെ ഇഷ്ടമല്ല. എന്താന്നറിയോ, പിന്നെ ഇവിടെ എന്തെങ്കിലും സത്യം പറയണേ ഞങ്ങളിപ്പോ നിങ്ങളെ ആരെങ്കിലും കൊന്നിട്ട് പോയി വിചാരിക്കുക, ഒരാളും വരും. ഞങ്ങളുടെ ചുറ്റുപാടിൽ അയൽക്കാരെ അയച്ചാലും നല്ലത്. ഞങ്ങളെ ചുറ്റുമുള്ള രണ്ട് ഫ്രണ്ടിലുള്ള ടീമല്ല, രണ്ട് സൈഡിലുള്ള ടീമൊക്കെയാണ് നല്ല. അതാണ് എനിക്ക് സത്യം പറയാലോ, എനിക്ക് ഇവരെ കൂടെ ട്രിപ്പ് പോകാൻ തീരെ ഇഷ്ടമല്ല. പിന്നെ അവര് വലിയ നിർബന്ധം പിടിക്കുന്നോണ്ടാ പോകുന്നത്. അവർക്കൊന്നും ഒരു ആത്മാർത്ഥത സ്നേഹമില്ല. നമ്മളൊരു കാര്യം ചെയ്യണം, അവനുള്ളത് തങ്ക ഒരു കാര്യം പറയണം. നീ അവൻ ബാസുവിന്റെ അടുത്ത് പറയണം, അവനുള്ളത് കുറച്ചെങ്കിലും വിറ്റിട്ട് അവൻ്റെ കൊടുത്ത് അവിടെ ഒരു നല്ല അവന് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് ഒരു പിന്നെ വീട് വയ്ക്കാനൊന്നും അവിടെ ചെന്നൊന്നും വയ്ക്കാനൊന്നും ഇപ്പൊ പറ്റത്തില്ല. അല്ല അതൊന്നും പറ്റത്തില്ല. ഒരു നല്ല വീട് നോക്കി അവൻ പറയുമ്പോൾ ഒരു ചെറിയ വീട് മതി, ഒരു 2 റൂം, അതിലുള്ള ഇതൊക്കെ ഉള്ളൂ. വലിയ വീടൊന്നും വാങ്ങിച്ചിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടാ. അതുകൊണ്ട് ആകെ കൂടി എനിക്ക് വയനാട്ടിൽ ഒരു പ്രശ്നം തോന്നിയിട്ടുള്ള എന്താണെന്നറിയോ, നല്ല സിനിമാ തിയേറ്റർ അല്ല ഇല്ലെന്നോ? ബാക്കിയെല്ലാം സെറ്റാ. സിനിമാ തിയേറ്റർ അതാണോ നല്ല വായു, നല്ല മനുഷ്യര്. സിനിമാ തിയേറ്റർ വിട്ട് സിനിമ നമുക്ക് സിനിമാ തിയേറ്റർ വേണേ തിരുവനന്തപുരത്ത് അവിടെ ഏരീസ് പെക്സിന്റെ മുമ്പിൽ അങ്ങോട്ട് കിടന്നാ മതി. ഏരീസ് ബസ്സിനേക്കാളും നല്ല ഇതായിട്ട് പോകടാ ലുലുമാളുള്ള തിയേറ്റർ. ആണോ? ഞാൻ പോയിട്ടില്ല. ലുലുമാള് കൊറേ ദൂരല്ലേ, അങ്ങ് പോണ്ടേ. ഞങ്ങള് പക്ഷെ MOT ആയിരുന്നു ഞങ്ങളെ സ്ഥലം, മാൾ ഓഫ് ട്രാവൻകൂർ. അത് ഊട്ടി. ഇവൻ ഇവിടെ നോക്കിട്ട് വണ്ടി ഓടിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ട്രാക്ക് കൂടിയാണ് ഇവൻ കയറി പോണേ. അപ്പൊ ബാക്കിയുള്ളവർ കയറി ഓടി പോകും. അപ്പൊ ഇവൻ അറിയാം വണ്ടി ഓടിക്കാൻ. വേണ്ട അധികം സ്പീഡ് വിടണ്ട, കുറച്ച് സ്പീഡ് കുറക്കട്ടെ. 100-ൽ കുറഞ്ഞൊരു വിടലില്ല. ഹൈവേയിൽ അങ്ങനെയുണ്ട്, ഓരോ ഈ ഇതില് ഓരോന്നിന്റെ സ്പീഡ് കൂട്ടലും കുറയ്ക്കലും അങ്ങനെയൊക്കെ ഉണ്ട്. ടൂ വീലറിന് പോകണം. ഇന്നലൊക്കെ പേപ്പർ കിടക്കും, ടൂ വീലറും ഓട്ടോറിക്ഷയും പോകാൻ പാടില്ല. മാത്രമല്ല ഈ 3ാമത്തെ ട്രാക്കില് നമ്മളിപ്പോ വന്ന ട്രാക്ക് കൂടെ ലോറി പോകാൻ പാടില്ല, അവന്മാർ അതിൽ കൂടെ തന്നെ പോകണം. ശരിക്കും നമ്മള് കോഴിക്കോട് എത്തി, അത്രേ ഉള്ളൂ. നമ്മള് വഴിയാണ് ഇവിടെ എത്തുള്ളൂ ചേച്ചി. ഇപ്പൊ ഉള്ളാടിപ്പെന്ന് പറയുന്നത് ഇതിപ്പോ വേഗം എത്തുന്നത് ഈ റോഡിലാണ്. രണ്ട് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കണേ. നമ്മളെ അതിനുള്ള കേറാനേ, റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷനുള്ളിൽ കേറാൻ ഞങ്ങൾക്ക് 2 പേർക്കും. അല്ല ഇതിന് വേറെ പണിയൊന്നുമില്ല. അയ്യോ നല്ല ഫൈൻ കിട്ടും. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം 495 ഫൈൻ കിട്ടിയതാ. എനിക്ക് വയ്യ, 10 രൂപ എടുത്താ മതി. ഇവിടെ നല്ല ചെക്കിങ്ങാ, നോക്കി വെച്ച് ചെക്ക് ചെയ്യും. അത് ശരി, അവര് കറക്റ്റ് ആയിട്ട് നോക്കും. അത് ശരി. മാത്രമല്ല ട്രെയിൻ വിടുന്ന സമയത്താണെങ്കിൽ നമുക്ക് എക്സിറ്റില് ഫുൾ ചെക്കിങ്. അങ്ങനെയുണ്ടോ? ഞാൻ ഒരു പ്രാവശ്യം അപ്സര തിയേറ്റർ ഉണ്ട്, റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ ഒരു തിയേറ്റർ ഉണ്ട്, അവിടെ സിനിമ കാണാൻ പോയിട്ട് മൂത്രം ഒഴിക്കാൻ ഇതിനകത്ത് കയറി കുടുങ്ങിയില്ലേ. ആദ്യം ഫോണ് വാങ്ങി വെച്ചു, പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പിന്നെ നമുക്ക് ആരെയും വിളിക്കാനോ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. എന്നിട്ട് അവിടെ അവിടെ പാർക്ക് ചെയ്ത ട്രെയിൻ എവിടെ വരെയാണോ പോകുന്നത് അതിന്റെ ഫുൾ ഫെയർ ഫൈൻ. ഭാഗ്യം, എന്റെ ഭാഗ്യത്തിന് ഇന്റർസിറ്റി ആയിരുന്നു, അതുകൊണ്ട് 500 രൂപ എടുത്താൽ മതി. അല്ലടാ ഒരിക്കൽ നിങ്ങളെ മുക്കിയിട്ട് 2-3 പേര് ഓടി വന്നൊക്കെ പറഞ്ഞില്ലേ? അത് നിസാമുദ്ദീൻ. ഞാൻ അവനോട് പറഞ്ഞതാ കേറണ്ട പ്ലാറ്റ്ഫോം ടിക്കറ്റ്, അവൻ എന്നെയും കൂട്ടി കയറി. അവസാനം ഓൻ മുങ്ങിയപ്പോ ഞാൻ പറഞ്ഞു ഒരുത്തനും കൂടി ഉണ്ട്, അവനും കൂടി പിടിച്ചോളാം. അവൻ ചാലയിലുള്ളതാ, അവനവിടെ ഹോസ്പിറ്റലിൽ. ഞങ്ങൾക്ക്
കൊറേ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടാ, ചെങ്കൽച്ചൂളയില്, ചാലയില്. ചെങ്കല്ലുണ്ട്. ഓ, ചെങ്കൽച്ചൂളയിൽ രണ്ടുപേരുണ്ട്. ചെങ്കലല്ല, ചെങ്കൽ ചൂള, ചെങ്കൽച്ചൂള. രാജാജി നഗർ കോളനി. ആഹാ, ചെറിയനവൻ. മഹാ ഇതെന്ന് പറഞ്ഞാല് തിരുവനന്തപുരത്ത് ചെങ്കൽ ചൂളയിലെന്ന് പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്ത് വേറെ പോകണ്ട. കച്ചറ ആളുകളാണ്, അത്ര തറകളാണ് പറയാൻ. ആണുതെ പെണ്ണുതെ, വെട്ട്, കുത്ത്, അടി, ഇടി, പിടി, ലഹരി, മാഫിയ, കള്ള, വാറ്റ്, ചാരായം, പെണ്ണുപിടി, പിന്നെ എല്ലാരും അങ്ങനെ ആയിരിക്കണമെന്നില്ല. ചീട്ടുകളി എല്ലാം അവിടെ ഉണ്ട്. ഒരു 90% അങ്ങനെ ആയിരിക്കും. 10% വ്യത്യാസം. അതുപോലെ പുത്തഞ്ചേരി അലമ്പ നമ്മള്. അല്ല, അതൊരു കോളനിയാണത്. കോളനി എനിക്കറിയാം. അതൊരു കോളനിയാണത്. ഇവിടെ അതുപോലെ ഒന്നുണ്ട്, ബംഗ്ലാദേശ് കോളനി. ഒന്നും അങ്ങനെ അലപ്പൊന്നുമില്ല ചേച്ചി. ഇന്നിപ്പോ ആ ചേന കുത്തിപ്പോ തന്നെ വന്നു ഒരുത്തനില്ലേ, അവനാണ് അവന്റെ വീട്ടിൽ നിന്ന് നല്ലോണം കുടിക്കും. ഭാര്യയോട് പറഞ്ഞ കേട്ട എന്ത് ഉറക്കാന്നറിയോ, നമ്മളോടൊക്കെ എന്ത് നല്ല ഒരു കാര്യമില്ലല്ലോ അമ്മ, ഭാര്യനോട് മോശമായിട്ട് പെരുന്നാറുന്നു. അവന്റെ സ്വഭാവമാണ് അവൻ പറയുന്നത്. പക്ഷെ അവനൊക്കെ അച്ഛന് കൊത്തിയിട്ട് വയ്യാണ്ടിട്ട് പിന്നെ ശവം കുത്തി. അതുപോലെ വാസന എന്തെങ്കിലും പണിയെടുക്കും അപ്പുറത്തെ വീട്ടിലുണ്ട് ചേച്ചി, ഒരു പട്ടാളക്കാരന്മാർ രണ്ടുപേരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ വന്നിട്ട് അന്നത്തെ ഇപ്പൊ അവരൊക്കെ വേറെ അങ്ങനെ വീട് വെച്ചു. എല്ലാരും സഹായിക്കും. അല്ലാണ്ട് വാസേട്ടന് പണ്ടേ ഒരു പണിയെടുക്കലില്ലായിരുന്നു, ഇപ്പഴെത്തിരിച്ചെത്തിച്ച് പണിയെടുക്കുന്നത്. ഇപ്പൊ തീരെ പയ്യ, ഇപ്പൊ ശ്വാസം മുട്ടലൊക്കെ വരും. വയ്യ, ഇപ്പൊ കാലുവേദന, കൈവേദന. കൊറോണയൊക്കെ വന്നേ പിന്നെ ചേച്ചി, കൊറോണ വന്നിട്ട് മനുഷ്യരെ ആകപ്പാട് ആരോഗ്യം പോയി കേട്ടോ. എന്നാലും പണിയെടുക്കലുണ്ട്. പച്ചക്കറിയൊക്കെ എടുക്കുന്നത് ഓരോന്നോരോ പറമ്പില് കുറെ അവക്കാടോ നട്ടിട്ടില്ലേ, അതിന്റെ ഒക്കെ രാവിലെ എഴുന്നേക്കുന്നു, ഓരോന്നൊക്കെ പഠിക്കും. അതോ എന്ന് രാവിലെ ഞാനൊക്കെ 7 മണി എണീക്കുള്ളൂ. അതെല്ലാം കാണാറൊക്കെ എഴുന്നേക്കത്തില്ലേ. പിന്നെ പ്രധാനമായിട്ട് പാലുണ്ടാവും, ചായ വെച്ച് കുടിക്കും. ഗ്രാമഭാഷാണെന്നുണ്ടെങ്കിൽ കൃഷിയും പിന്നെ അല്ലാതെ സാമൂഹ്യ സേവനം ഉണ്ടൊക്കെ. അമ്പലത്തിന്റെയോ കുറെ ആള് ഇന്നലെ പറഞ്ഞു, കുറെ ആള് വീട് വെച്ചു കൊടുത്ത കഥ. കുറെ ആള് വീട് വെച്ചു കൊടുത്തു. പാർട്ടിക്കാരൻ അല്ലല്ല, ഇവര് പിന്നെ വേറെ ഒരു മാഷം കൂടെ ഉണ്ട്. ഇവർ പിരിവൊക്കെ എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് പിന്നെ എല്ലാവരും പിരിവെടുത്ത് അത് ചിലപ്പോൾ ഒരിക്കൽ ഈ ബോബി ചിപ്പണ്ണൂരൊക്കെ വന്ന് അത് ഉദ്ഘാടനം ചെയ്ത് പിന്നെ പാർട്ടിക്കാർ ആരൊക്കെയോ വന്നിട്ട് പിന്നെ ഉദ്ഘാടനം ചെയ്ത് ചിത്രപ്പള്ളി ഫൗണ്ടേഷന് മോബിച്ചമ്മ കൂടി വീടുണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അത് ഇങ്ങനെ ഒരു 8-10 വീടിന്റെ കാര്യം പറഞ്ഞു. അവരുണ്ടാക്കി വരുന്ന വഴിക്ക് കാണിച്ചു തന്നു. അവിടെ ഞങ്ങൾ വീടുണ്ടാക്കി കൊടുത്ത് പിന്നെ കുടിവെള്ള പദ്ധതിയോ അതും ഉണ്ടാക്കി കൊടുത്തു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞങ്ങളുടെ കയ്യിൽ നിന്നും കുറെ കാശ് ചെലവാകും എന്നും പറഞ്ഞു. നല്ല എല്ലാവരും കൂടി സഹകരിപ്പിച്ച് കുറെ കളക്ഷനൊക്കെ നടത്തിയിട്ട് തീരെ ബുദ്ധിമുട്ടൊന്നും പിന്നെ അതൊക്കെ ചെയ്യാവേ കൊടുക്കും. വലിയ വീട്ട് വരുന്നത് പള്ളിക്കെട്ടാവും എന്നറിയോ, നല്ലതായിട്ട് ചെയ്യും. പിന്നെ പറയാം അതിന്റെ പൈസ ഉണ്ടാവും. എന്തെങ്കിലും ചെയ്യാൻ നിൽക്കുന്നവർക്ക് കുറ്റം കേൾക്കുക. ആയാലും വേണ്ടില്ല, അരമണിക്കൂർ ലേറ്റ് ആയാൽ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ അത് കുറച്ച് സമയത്തേക്ക് നിർത്തുള്ളൂ. 275 കിലോമീറ്റർ ഇവിടുന്ന് കന്യാകുമാരിക്ക്. നമ്മൾ അവിടെ വരെ പോയി തിരിച്ചു വന്നു. പക്ഷെ നല്ല രസം, എനിക്ക് ഇഷ്ടമായി. വിവേകാനന്ദ പുറത്ത് പോയിട്ട് ഒരു മടുപ്പുള്ള നിർപ്പ്. എനിക്ക് ശ്വാസം മുട്ടുന്ന പോലെ തോന്നുക ചേച്ചി. ആ ഇടുങ്ങിയ സ്ഥലത്തൊക്കെ നിൽക്കുമ്പോഴേ എനിക്കൊരു ചേച്ചി പറഞ്ഞാൽ എനിക്കൊരു ഓക്സിജന്റെ കുറവ് പോലെ തോന്നും. അങ്ങനെ ഇടുങ്ങിയ മുറി കിടക്കുക, കുറെ ആൾക്കാർ കൂടി നിൽക്കുന്നിടത്ത്. പുറസായ സ്ഥലത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇതായിട്ട് നമ്മുടെ വയനാട്ടിലേക്ക് കോഴിക്കോട് വയനാട് റോഡ് അതാണ് വണ്ടി പോകുന്നത്. ഇത് വെള്ളിയാട് കുന്ന് ആ റോഡല്ലേ? നമ്മൾ ഈ പോകുന്നതാണോ ആന്റി? ഇതല്ല, അതിന്റെ ഓപ്പോസിറ്റ് കാണുന്നത് എന്താ വെർട്ടിക്കലായിട്ട് കാണുന്നത്. ആസ്റ്റൺ ആണെങ്കിൽ ഓക്കെയാണ് റോഡ്. അസന്റ് അല്ലേ? ഇപ്പൊ നമ്മള് ബൈപ്പാസ് കൂടെ പോയാൽ നമുക്ക് ഒന്നും അറിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും റോഡ് തറവായി വരണം. അമ്മ നമുക്ക് രാത്രിത്തേക്കുള്ള ഫുഡ് കഴിച്ചിട്ട് വരാട്ടെ. എനിക്കൊന്നും വേണ്ട, നീ കുറെ കഴിച്ചു. അവിടെ എല്ലാ സാധനം ഇരിപ്പുണ്ട്, ചോറും ഉണ്ട്. ഫുഡ് കഴിച്ചിട്ട് വരാന്ന്. ആർക്ക് വേണം? അവിടെ ഇരിക്കുന്നൊക്കെ പിന്നെ കളയണം, പെണ്ണല്ലേ ഇതിന്റെ കൂടെ നടക്കാം. ഇങ്ങോട്ട് ഇടത്തോട്ടുള്ള റോഡാണ് ഉണ്ണി, വയനാട് റോഡ്. മനസ്സിലായി. മൂഴിക്കൽ ചിലവൂർ ചിലവൂർ മൂഴിക്കൽ
കാരന്തൂർ കുന്നമംഗലം കാരന്തൂർ കുന്നമംഗലം താമരശ്ശേരി ചുരം അടിവാരം മറ്റേ വാവാട് അങ്ങനെ കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഉണ്ണിക്കതൊക്കെ കാണും. അതിനോട് അടുപ്പിച്ച് മറ്റേ ഈങ്ങാപ്പുഴ ഉണ്ടല്ലോ. ഓ കാപ്യ ഒരു പ്രാവ് പട്ടിട്ട് വീണ്ടും ചിലർക്കുന്നു. ഇത് മെഡിക്കൽ കോളേജിൽ പോകുന്ന വഴിയല്ലേ? ആഹാ. അല്ല അല്ലേ? അത് കുറച്ചുകൂടെ മുന്നോട്ട് പോകണം. വയനാട് റോഡ്. വയനാട് റോഡാണ്. ഇതോ ഇതെവിടെ തിക്കറ ഹോസ്പിറ്റൽ കേട്ടില്ലേ ചേച്ചി? ബത്തേരി ഒക്കെ ഉണ്ട് തിക്കറ. എന്തൊരിക്കറ മുസ്ലിമിന്റെ ആണ്. മുസ്ലിം എന്ന് വെച്ചാൽ തീവ്ര മുസ്ലിം മുജാഹിദ്. ഇതല്ലേ അതിഭീകരമായ മുസ്ലിം. പക്ഷെ ഇവിടെ ഭയങ്കര ഇവിടെ OP ടിക്കറ്റ് 50 രൂപയുള്ളൂ. നല്ല ചാർജ് കുറവായ ചേച്ചി. ഡെലിവറി ട്രീറ്റ്മെന്റോ ഭയങ്കര നല്ല ട്രീറ്റ്മെന്റാ. ഗുഡ് നല്ല ഡോക്ടർമാരല്ല. ഇവിടെ ബേബി മെമ്മോറിയലും മിംസും ഒക്കെ ഉണ്ടെങ്കിൽ ഇതാണ് കുറച്ച് ട്രൗസർ നമ്മൾക്ക് സാധാരണക്കാർക്ക് കുറച്ചുകൂടെ അഫോർഡബിൾ. നല്ല കെയറാണ്. ബേബി മെമ്മോറിയലും മിംസും ഒരേ കണക്കാ. മിംസോ മിംസ് ആസ്റ്റർ ആസ്റ്റർ മിംസും കിംസും ഒക്കെ ഉണ്ട്. കിംസ് മുസ്ലിംസിന്റെ ആണോ ചേച്ചി? ആ അത് ഞാൻ കണ്ടിട്ടില്ല. ട്രിവാൻഡ്രത്തുള്ളത് മുസ്ലിംസിന്റെ. കിംസും ഉണ്ട് മിംസും ഉണ്ട് നിംസും ഉണ്ട്. മനസ്സിലായോ? കിംസ് ഞാൻ കണ്ടിട്ടുണ്ട്. നിംസ് എവിടെയായിരുന്നു? നെയ്യാറ്റിൻകര. നെയ്യാറ്റിൻകര. നമ്മള് പണ്ട് എനിക്ക് നിംസ് SP ഫോർട്ട് ഇവിടെ ചൂടെടുക്കുന്ന ഉള്ളി PRS കിംസ് ആനന്ദപുരി ഇവ ഇട്ടില്ലേ? ഓഫാക്കിയായിരുന്നു. എന്താ മൈലേജ് കൂട്ടാൻ. അവന് തണുപ്പാ എപ്പോഴും. എടാ വീരപ്പ നിന്നെ സീറ്റിൽ നിന്നെടുത്ത് ദൂരെ കളയും. മക്കളെ നാളെ മുതൽ കേട്ടല്ലോ പഠിച്ചോണം. എനിക്ക് പ്രോമിസ് തന്നിരിക്കുക. അവന് ഇനിയെങ്കിലും രക്ഷപ്പെടണം, നന്നാവണം അവൻ വിചാരിക്കണ്ട ചേച്ചി. അവനെ കൊണ്ട് വിചാരമൊക്കെ ഇട്ട് ഇത് 16-25 വയസ്സിന് മുകളിലോട്ട് ആയി കഴിഞ്ഞാൽ നമ്മുടെ സമയമൊക്കെ കല്യാണം കഴിക്കണ്ടായിരുന്നു. അതാണ് എന്റെ സങ്കടം. കല്യാണം അല്ലല്ലോ പ്രധാനം ജീവിതത്തില്. നമ്മളൊരു നിലയിലെത്തി. അതൊക്കെ ഞാൻ അമ്മൂനോട് പറഞ്ഞു. ഇതൊന്നും അല്ല പ്രധാനം. കല്യാണം എന്ന് പറയുന്നത് ഞാൻ അതൊക്കെ അമ്മൂന്റെ അടുത്ത് പറഞ്ഞു. ഇതൊന്നും അല്ല പ്രധാനം. ഇൻഡിപെൻഡന്റ് ആയ ഒരു ജോലി വാങ്ങുക എന്നുള്ളതാണ്. ഇപ്പൊ അവക്കും ഇല്ല അവനും ഇല്ല. അല്ലാതെ നിങ്ങളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാം കഴിയുന്ന വിചാരിക്കരുത് എന്നൊക്കെ എന്റെ അനുഭവം കൊണ്ട് പറഞ്ഞു കൊടുക്കാലോ. അനുഭവം വരും. പിന്നെ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നത് നല്ലത്. അനുഭവിച്ച് പഠിക്കേണ്ടതല്ല, അനുഭവിച്ച് പഠിക്കണം. നമ്മളിപ്പോ പഠിച്ചു. ഇനി ജാതകമൊക്കെ നോക്കുന്ന ആൾക്കാരോട് എനിക്ക് തീരെ യോജിപ്പില്ല. ആദ്യം ജീവിക്കാൻ ഒരു വരുമാനമാണ് വേണ്ടത്. അത് ചെക്കന് മാത്രം പോരെ, ഇന്നത്തെ കാലത്ത് പെണ്ണുങ്ങൾക്കും വേണം. അല്ലേ ഇരക്കേണ്ടി വരും. ഞാനല്ല പെമ്പിളോട് പറയും ഒരു പാട് വാങ്ങാൻ വരെ അവര് കൈ നീട്ടേണ്ടി വരും. അതാ ചെറിയ പൊട്ട് വായിക്കണമെങ്കിൽ എനിക്കൊരു പൊട്ട് വായിക്കണം, പൈസ തരുമോന്ന് ചോദിക്കണം. ഈ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭർത്താക്കന്മാര് നമ്മളെ നോക്കുമെന്നും സംരക്ഷിക്കുമെന്നും നമുക്ക് ഒരിക്കലും വിചാരിക്കാൻ പറ്റില്ല. പണ്ടത്തെ കാലം വീട്ടിൽ എല്ലാ പണിയെടുക്കുന്നതാണ് സംരക്ഷണം എന്ന് ഉദ്ദേശിച്ചെങ്കിൽ നടക്കൂല മോളെ. ഞാനും എന്റെ അച്ഛനൊക്കെ ക്ഷത്രിയന്മാരാണ്. ഓ നല്ല ക്ഷത്രിയന്മാരാണ്. നിങ്ങളുടെ കൂടെയൊക്കെ നിന്ന് പൊറപ്പിച്ച് വേണം ക്ഷത്രിയന്മാര് തീയന്മാര്. ഞാൻ പിന്നെ എനിക്കൊരു വരുമാനം ഉള്ളതുകൊണ്ട് ഞാൻ നിന്നതാ, രക്ഷപ്പെട്ടു. എന്റെ അമ്മ എന്ന് പറയായിരുന്നു. അമ്മയ്ക്ക് അതേ ഒരു സമാധാനം ഉണ്ടല്ലോ, എനിക്കൊരു ജോലി ഉണ്ടെന്നുള്ളത്. ഇവിടെ ചേച്ചി വന്നാലും ഇവിടെ കുറെ വയലും വെള്ളമുണ്ട്. തെങ്ങിന്റെ തലം മാത്രമേ ഉള്ളൂ. വല്ല വേറെ പോയിക്കൂടെ? ഇവിടെ വന്ന് കഷ്ടപ്പെടും. ആ തിരുവനന്തപുരത്ത് കാണാൻ വന്ന ഞാൻ പറഞ്ഞതല്ലേ, ഒരു മാഷ് പാത്തങ്കര സ്കൂളിലെ. അപ്പൊ പിള്ളേർ വേണ്ടേ അയാൾക്ക് കഷണ്ടിയാണ് ചേച്ചിയുടെ മക്കള്. ഞാൻ കഷണ്ടിയാണെന്നൊന്നും ഞാൻ നോക്കിയില്ല. അതുകൊണ്ടല്ല എന്താ പിന്നെ നമ്മുടെ തലയിൽ ഇതായിരിക്കും വിരിച്ചേക്കുന്നത്, അത്രയും. അതെ, ഇത് വന്നിട്ട് ചേച്ചി 3 മാസം എനിക്കന്ന് ഞാൻ PSC ജോലി കിട്ടിയാൽ പഞ്ചായത്തിൽ ക്ലറിക്കൽ പോസ്റ്റ് ജോലി ചെയ്യായിരുന്നു. അത് PSC ആയിരുന്നു. എന്നിട്ട് ഞാൻ റിസൈൻ ചെയ്ത് പോകാനിരുന്നതിന്റെ പിറ്റേ ദിവസം പോകുന്നു. തലേദിവസം റിസൈൻ ചെയ്യാതിരിക്കുമ്പോഴാണ് ഇവര് വന്നത് കാണാൻ. അപ്പൊ ബത്തേരി പഞ്ചായത്ത് ഓഫീസിൽ ഇപ്പൊ മുനിസിപ്പാലിറ്റിയാണ്. ആദ്യം ഞാൻ അവിടെ വർക്ക് ചെയ്തത്. അവിടുന്ന് 3-4 പേരൊക്കെ കൂടെ ഇവരുടെ കൂടെ വന്ന് അവിടെ ഓഫീസ് വന്ന് കണ്ടുപോയി. എന്റെ വീട്ടിലും പോയി. അപ്പൊ വാസവന്റെ പെർമനന്റ് ജോലിയല്ലായിരുന്നു. അതുകൊണ്ട് പെർമനന്റ് ജോലി എംപ്ലോയ്മെന്റ് ആയിരുന്നു. അന്നൊക്കെ എംപ്ലോയ്മെന്റ് പറയുന്നവന്മാരെ ഡയലോഗ് കേട്ടതൊന്നും അവിടെ എല്ലാവർക്കും പെർമനന്റ് ആണ്.
ഒരു പണിയില്ല, വെറുതെ ഒരു വാച്ച് കെട്ടി. വേറൊരു കാര്യമുണ്ടേ, ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. ഈ പെണ്ണ് കാണാനും കേട്ടോ കല്യാണത്തിനും കുറെ കാരണവന്മാർ എവിടുന്നെങ്കിലും അപ്പൊ ഉദിച്ചു വരും, മനസ്സിലായോ? പെണ്ണ് കാണാൻ ഈ അമ്മേന്റെ ചേച്ചീന്റെ ഒരു ഭർത്താക്കുണ്ട്, വെറുതെ വാച്ചും കെട്ടി ഡയലോഗ് അടിച്ച് നടക്കാന്നേ, വേറെ വലിയ കാര്യമൊന്നും. കുഞ്ഞിട്ടൻ ചേട്ടായിന്റെ അച്ഛൻ. ഏടാ ചേട്ടായിന്റെ അച്ഛനൊക്കെ ഉണ്ടല്ലോ. അമ്മേ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ എന്താ പണിയുണ്ടോ? അങ്ങനെയൊക്കെ നല്ല ഇല്ല, പണിയില്ല, മനുഷ്യനാണ്. പണിയില്ല, പ്രാപ്തിയുണ്ട്, ഒരു ലോഡ് പ്രാപ്തി. ഗവൺമെന്റ് ജോലി അന്നത്തെ കാലത്ത് ആർക്കാ ചേച്ചി ഉള്ളത്? അത് പത്മേന്റെ അത് കോമഡിയാ, ഒരു പണിയില്ല, പക്ഷെ പ്രാപ്തി. ചേച്ചി ഇവര് എന്നിട്ട് ഈ പോയിട്ട് 2-3 മാസത്തേക്ക് പിന്നെ യാതൊരു അനക്കവും ഇല്ലാണ്ട് നിന്ന്. അപ്പൊ എന്റെ കൂടെ പഞ്ചായത്ത് ഓഫീസിൽ ജോലി ചെയ്യുന്ന ഇവിടുത്തെ അമ്മായിയുടെ ഒരു ആങ്ങളയുണ്ട്. ആ ആങ്ങളെ ഇങ്ങനെ എന്റെ ആങ്ങളയ്ക്ക് സൗകര്യം കൊടുക്കൂല. എന്റെ രണ്ടാമത്തെ അനിയന് സൗകര്യം കൊടുക്കാണ്ട് ഇങ്ങനെ പറഞ്ഞാണ് അവിടുന്ന് കുറെ ആൾക്കാർ കാണാൻ കോഴിക്കോട് വന്നപ്പോ ഒരു ചെറിയൊരു വീടുണ്ട്, കുറെ വെള്ളം വെള്ളം നിറഞ്ഞ വയലുണ്ട്. ഞങ്ങളിപ്പോ താമസിക്കുന്നതൊക്കെ വയലാ, പഴയ വെള്ളമാ. അത് ജൂലൈ മാസത്തിലങ്ങണ്ട. പിന്നെ അമ്മ മാത്രല്ലേ വീട്ടില്, അമ്മയുടെ സ്വഭാവം അറിയാലോ. അമ്മയുടെ സ്വഭാവം ആ വീടും കൂടെ മതിയായി. അപ്പൊ ഞങ്ങളുടെ ബാക്കിലെ വീട്ടിലെ ഒരു നാരായണൻ നായർ പറഞ്ഞോലോ അവരോട്, ചെക്കന്റെ നല്ല സ്വഭാവം ഒക്കെയാ. അപ്പൊ ചെക്കന്റെ നല്ല സ്വഭാവം എന്ന് പറയുമ്പോഴും പറഞ്ഞൂടെ, ചെക്കന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ 35 വയസ്സ് കഴിഞ്ഞ് കാര്യം കൊണ്ടാവാത്ത കെട്ടാച്ചരക്കായി നിൽക്കുമ്പോ ആര് കിട്ടും ചെക്കന്? എന്റെ അമ്മ എന്തിനാ കെട്ടില്ല എന്താ ജീവിക്കില്ല. പിന്നെ കെട്ടായിരുന്നൂടെ? എനിക്ക് കെട്ടണ്ടാണ് എന്നെ ചേച്ചി. എന്റെ ആരെ കാത്താ 35 വയസ്സ് രണ്ടുപേരും എന്നെ കഴിഞ്ഞും വലുതാ ചേച്ചി. അനിയത്തിമാർ വലിപ്പം നോക്കിയിട്ടാണോ കല്യാണം കഴിക്കുന്നത്? കല്യാണം കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ ചേച്ചി എനിക്കൊരു ജോലി കിട്ടിയാലും എനിക്ക് ഇവിടുന്ന് പുറത്തു പോയാലും എനിക്ക് ജീവിച്ചു. ഈറ്റിങ്ങളൊക്കെ ഉള്ളപ്പോഴും അവിടെ സ്കൂളൊന്നുമില്ലേ? ഈറ്റിങ്ങൾ പഠിക്കാത്തത് എല്ലാരും ഇപ്പൊ പഠിക്കുവാടാ ഒരു വീട്ടില്. ഞാൻ പടയും വഴക്കും കൂടി അന്ന് ഡിഗ്രിക്കൊക്കെ പോയി നല്ലാണ്ട് അമ്മ അതേ ബുദ്ധിയല്ലേ അമ്മയ്ക്ക്? അത്ര ചേച്ചി വിവരമുള്ളൂ. അപ്പൊ അതേപോലെ തന്നെയല്ലേ ബാക്കി മക്കളും? ഒന്നും മിണ്ടാതെ എനിക്കിപ്പോ ഇവനൊന്നും ഒരു ഇതില്ല ചേച്ചി. സരവര പറഞ്ഞാണോടാ ചില അവന്മാരുണ്ട് നാട്ടില്. നിങ്ങള് വലിയ പഠിത്തക്കാര്. ചേച്ചിമാരുടെ രണ്ടുപേരുടെ ഭർത്താക്കന്മാരുടെ മലപ്പുറത്തേക്ക് വന്നു. അച്ഛനും ആങ്ങളമാരും ഒക്കെ തിരിച്ചുപോയി. അപ്പൊ അവിടെ വന്ന് അവര് പറഞ്ഞു ഇന്നെ പോലെയൊക്കെ സ്ഥിതി എനിക്ക് എന്തെങ്കിലും അറിയാം. എന്നോട് വന്ന് പറഞ്ഞു ഇങ്ങനെ വയലും വെള്ളവും മാത്രമേ ഉള്ളൂ, വീടൊന്ന് ഓലയാ എന്നൊക്കെ വന്ന് പറഞ്ഞു. ഞങ്ങളൊന്നും പറഞ്ഞില്ല. അങ്ങനെ പിന്നെയാണ് ചേച്ചി പിന്നെ കഴിക്കാന്ന് വെച്ചാൽ. പിന്നെ ജോലി സ്ഥിരം അല്ലായിരുന്നു. അതെ, ഈ കാരണവന്മാരെ ആദ്യം എവിടുന്നെങ്കിലും പൊങ്ങി വരും. എന്നിട്ട് പറയും, ഓ ചെറുക്കൻ എന്താ ജോലി, അല്ലെങ്കിൽ ചെറുക്കന്റെ വീട്ടിൽ നിന്നാണെങ്കിലും പെണ്ണിന്റെ വീട്ടിൽ നിന്ന് എന്താ ജോലി, സ്ഥിരം ജോലി വേണം. പിന്നെ പെണ്ണിനെന്ത് കൊടുക്കും, പെണ്ണിനെന്ത് കൊടുക്കും, പിന്നെ ചോറും കറിയും എന്ത് കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ചോദിക്കും നേരത്തെ പ്രമാണം ചെയ്യും, ഈ വീട് ആർക്കാ, സ്വർണ്ണം എത്ര കൊടുക്കും എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ഒരു ചോദിക്കും. അത് കഴിഞ്ഞിട്ട് കല്യാണത്തിന് വരുമ്പം അവിടെ മാല എടുത്തു കൊടുക്കാൻ ഇവര് ഫ്രണ്ടിലങ്ങ് കയറി ഭയങ്കര സാറ് വിടലായിരിക്കും. ഇത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പോഴും അങ്ങനെ ഈ കാരണവന്മാരെ പിന്നെ കാണൂല. കല്യാണം കഴിഞ്ഞിട്ട് അതാരാ, അത് ഞങ്ങളുടെ വകയിലുള്ള ഒരു അമ്മാവനാണ്. പിന്നെ അവരെ കാണില്ല. അവരെന്തിനാണ് ഇവരെ കൂട്ടിക്കൊണ്ട് വരുന്നതെന്ന് പറയും. അതുകൊണ്ട് ഇപ്പോഴത്തെ ആമ്പിള്ളേര് പറയും ഇതേ പെണ്ണ് കാണാൻ ഈ ഇതുവരെ ലൈൻ അടിച്ചു വെച്ചേക്കണൊക്കെ പറയും പെണ്ണ് കാണാൻ പൊയ്ക്കോ, എല്ലാരും കൂടെ വരും. പക്ഷെ അവിടെ ചെന്ന് അക്ഷരം മിണ്ടരുത്, ഒരു വക ചോദിക്കരുത്. കാരണം സ്ത്രീധനം എന്ന് പറയുന്ന കാര്യം സ്ത്രീധനം എന്നല്ലല്ലോ പറയുന്നേ, പെണ്ണിനെന്ത് കൊടുക്കും എന്നല്ലേ. കോട്ടയത്ത് അങ്ങനെ തന്നെയാ. എന്ത് കൊടുക്കും, പെണ്ണിന് എന്തുണ്ട്, എത്ര സ്വർണം കൊടുക്കും, അത് ആ പെണ്ണിന് എന്തുണ്ട്. പിന്നെ ചേട്ടത്തി ഉണ്ടെങ്കിൽ ചേച്ചിക്ക് ചേച്ചിക്ക് എന്തൊക്കെയാ കൊടുത്തത് എന്നൊക്കെയാ ചോദിക്കുന്നത്. അതുകൊണ്ട് അത് മിണ്ടി പോരുതെന്ന് ഇപ്പൊ കൊറേ കല്യാണം എനിക്കറിയാം. ചെറുക്കന്മാർ ഇവിടുന്ന് വിരട്ടി വിടും. അല്ലേ ചേച്ചി? അപ്പൊ ചെക്കന്റെ വീട്ടിൽ എന്തൊക്കെല്ലാം ഉണ്ടെന്ന് അറിയാനുള്ള ഒന്നും വേണ്ട, ഒന്നും ചെക്കൻ അറിയാനുള്ള ഒരു അവകാശം വീട്ടുകാർക്ക് അറിയാനുള്ള. അമ്മ ഞാൻ ചോദിക്കട്ടെ, ഇത് പെണ്ണും ചെക്കൻ ഉണ്ടാക്കുന്ന റൂളല്ലല്ലോ, അവിടെ അമ്മയച്ഛന്മാരി നിന്ന് കൊടുക്കുന്നുണ്ടല്ലേ ചേച്ചി? ഇപ്പൊ ഇവിടെ അങ്ങനെ ചോദിച്ചാ അവന്റെ അന്ത്യ ചേച്ചി, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും സ്വത്ത് ഉണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കാതിരിക്കും. അവർക്കല്ലേ അത്, നമ്മളാരും കൊണ്ടുപോകുന്നുണ്ടോ? അറിയാം, അത് നമുക്കറിയാം. ചിലർ കൊടുക്കാത്തവരുണ്ട് കേട്ടോ, കൊടുക്കാത്ത രക്ഷിതാക്കളുണ്ട്. ഞങ്ങളുടെ നാട്ടുകാർ എങ്ങനെ ചേച്ചി? ഞങ്ങളുടെ കോട്ടയംകാര് പെൺമക്കൾക്ക് ആൺമക്കൾക്ക് കൊടുക്കുന്നതിന്റെ പകുതി പെൺമക്കൾക്ക് കൊടുക്കുള്ളൂ. അത് ആദ്യം അവർക്ക് കുറെ സ്വർണം കൊടുക്കൂലേ കല്യാണം കഴിക്കുമ്പോ. അപ്പൊ അത് കണക്കാണ്. എങ്ങനെയാണ് ആദ്യം കുറച്ച് പിന്നെ സ്വർണം കൊടുത്തു കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് കല്യാണം നടത്തി കഴിഞ്ഞ് അവർക്ക് കൊടുക്കാനുള്ള കൊടുത്തു കഴിഞ്ഞാല് പിന്നെ അവർക്ക് ഈ കുടുംബമായിട്ട് യാതൊരു വകയില്ല. അത് ഞാൻ റീനുവിനോട് ചോദിക്കേ, നിനക്ക് മറ്റേ സൂപ്പർ PG പൈസ കൊടുത്ത് ചേർന്ന് പഠിച്ചൂടെ എന്ന്.
അപ്പൊ റീനു പറയടാ അത് എന്നെ MBBS കുറച്ച് പൈസ തന്നതല്ലേ, പൈസ കൊടുത്ത് പഠിപ്പിച്ചു. പിന്നെ സ്വീതനം തന്നില്ലേ, അപ്പൊ ഇനി അങ്ങനെ ചോദിക്കുന്നത് ഈ ശരിയാ. റീനു എത്ര കൊടുത്തില്ല, അവന്റെ ചേച്ചിക്ക് 5 കോടിയാ കൊടുത്തത്. അത്രയും കഴിവുള്ളവരാ ചേച്ചി. ഇപ്പൊ ഇവളെ എഞ്ചിനീയർ കല്യാണം കഴിച്ചാൽ റീനുവിന് എത്ര കൊടുത്തെന്ന് അറിയില്ല. അങ്ങനെയാണ്. അവർക്ക് എങ്ങനെയാണെന്നറിയോ, നമ്മുടെ കണ്ണൂർ എയർപോർട്ട് ഇല്ലേ, ആ എയർപോർട്ട് വരുന്ന സമയത്ത് അവർക്ക് ആ എയർപോർട്ടിന് ചുറ്റുമായിട്ട് ഒരു 700 ഏക്കർ റബ്ബർ തോട്ടം ഉണ്ടായിരുന്നു. 700 ഏക്കർ. അല്ല, അതിന് ചുറ്റും റബ്ബർ തോട്ടം ഇല്ലടാ. ആ ഭാഗത്ത് മാട്ടൂൽ ഫുള്ള് റബ്ബർ അല്ലേ? അങ്ങോട്ടേ കാരണം ഇതിന് എയർപോർട്ടിന് ചുറ്റും ഇല്ല. അല്ല, അത് ഇപ്പൊ അത് പൊളിച്ചിട്ടാണ് എയർപോർട്ട് ഉണ്ടാക്കിയത്. അല്ല ആ സ്ഥലം അല്ലല്ല, ഈ കശുമാവൻ തോട്ടം, സോറി, കശുമാവ് തോട്ടം അല്ല. എന്തോ അവിടെ കംപ്ലീറ്റ് ഇങ്ങനെ ഒരു പിന്നെ എന്താ പറഞ്ഞ ഒരു ആരും കയറാത്ത ഒരു സ്ഥലമായിരുന്നു. മറ്റേ ഇതല്ലേ, മറ്റേ കല്ല് കുഴിച്ച പോലത്തെ സ്ഥലം, അങ്ങനത്തെ ഒരു സ്ഥലമായിരുന്നു. കാരണം അവിടെ ഇതാണ് സംഭവം. കാരണം ഞങ്ങളുടെ ഹോസ്പിറ്റലിന്റെ അടുത്താ. ആ മാട്ടൂൽ ഹോസ്പിറ്റൽ അവിടെ ഇവിടെ പിന്നെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റല്. എന്റെ ഫസ്റ്റ് PSC അവിടെ കണ്ണൂരല്ലേ. മാട്ടൂരാണല്ലോ എയർപോർട്ട്. എനിക്കറിയില്ല, തളിപ്പറമ്പല്ലേ ഡിസ്ട്രിക്ട്? തളിപ്പറമ്പല്ല, അച്ഛന്റെ ഫ്രണ്ടിലടാ രേഷുകുട്ടിന്റെ വീടിന്റെ അടുത്തല്ലേ. അല്ല, അത് വിറ്റപ്പോഴേ ഇവരെ സ്ഥലം അക്വയർ ചെയ്തു എയർപോർട്ട് അതോറിറ്റി. അപ്പൊ സെന്റിന് 15 ലക്ഷം വെച്ചിട്ടാ കിട്ടിയേ. അപ്പൊ ആലോചിച്ച് നോക്കി എത്ര കോടി കിട്ടി. അതെ, ആ സ്ഥലം കൊണ്ട് അവരെന്ന് വെച്ചാൽ അവര് മലപ്പുറത്ത് കരുവാരകുണ്ടോ അവിടെ എവിടെയോ പോയിട്ട് റബ്ബർ എസ്റ്റേറ്റ് വാങ്ങി. ഭയങ്കര പൈസയാ. പിന്നെ ഇതല്ല ഒരാളതൊന്നും അല്ല കേട്ടോ, അവരെ ഏട്ടൻ അനിയന്മാര് കുറെ പേരുണ്ടാവും. മണി എത്രേ? 2:40 കഴിഞ്ഞു. ഇച്ചിരി നേരത്തെ എത്തുന്നല്ലേ ഉള്ളു അല്ലേ? ഞങ്ങൾ ഇന്നാള് ഇതിലൊക്കെ നേരത്തെ എത്തി, 1.5 മണിക്കൂർ മുന്നേ. അപ്പൊ ഏത് പ്ലാറ്റ്ഫോമിലാന്ന് ഇപ്പൊ അപ്പുറത്ത് പോയി, ഇപ്പുറത്തോട്ടൊക്കെ വന്നു. ഇനി അമ്മയ്ക്ക് കാണാൻ ബ്ലോക്ക് തുടങ്ങാൻ പോകും. റോഡ് പണിയാ. നാളത്തെ പോലത്തെ ബ്ലോക്കായി പോയത്. എന്ത് ചെയ്യും നാളത്തെ ബ്ലോക്കായി പോയത്? ഇതിനകത്ത് ഇന്ന് ടെൻഷൻ അടിക്കാന്നുള്ളതേ ഉള്ളൂ. ടെൻഷൻ അടിച്ചുള്ള ഹാർട്ട് അറ്റാക്ക് വരും. ഒരു വീട്ടിൽ തന്നെ 3 കാറാണ്. അച്ഛനും അമ്മയും ഒരു മോനും അല്ലെങ്കിൽ ഒരു മോളും ഉണ്ടെങ്കിൽ 3 കാറായിരിക്കും അവിടെ ഉള്ളത്. പിന്നെ ഒരു 2 വീലറും കാണും. നിങ്ങളുടെ അവിടേക്കൊക്കെ പണ്ടേ ഉണ്ട് ചേച്ചി. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലൊരു കാറില്ലാത്ത വീടുകളില്ല. 1-2 2 വീലറും. അത് ഞങ്ങളുടെ സ്കൂളിൽ മാഷൊക്കെ ഉണ്ട്. മാഷർ എന്ത് കാര്യം ഇപ്പൊ ആ ഏരിയയില് കാറില്ലാത്ത വീട് ഞങ്ങളുടെ വീടേ ഉള്ളൂ. കുഞ്ഞമ്മയുടെ വാങ്ങി വെറുതെ മൂടി കെട്ടിക്കൊണ്ടിട്ട് ഞങ്ങളുടെ വീടിന്റെ നേരെ ഫ്രണ്ടിൽ ഇരിക്കുന്നില്ലേ, അവർക്ക് അച്ഛനും അമ്മയും അവർക്ക് സെക്രട്ടേറിയറ്റിലായിരുന്നേ. അയാൾ മെഡിക്കലിലെ റെക്കോർഡ് ലൈബ്രറി ആയിരുന്നു മെഡിക്കൽ കോളേജിൽ. പിന്നെ അച്ഛനും അമ്മയും അവർ മോനും ഒരു മോളുമാണ്. മോളെ കല്യാണം കഴിച്ചു കൊടുത്തു. മോനിപ്പം കല്യാണമായി. പക്ഷെ മോളിവിടെ അല്ല താമസം. ടെക്നോ പാർക്കിൻ്റെ അടുത്തൊരു വീട്ടിൽ അവിടെ താമസിക്കുക. അവർക്ക് 3 കാറുണ്ട് കേട്ടോ, ഒരു ആക്റ്റീവയും ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം, അവരാരാ ഉള്ളത് ഇവിടെ? ഇപ്പം മോനും ഭാര്യയും ഭർത്താവും മാത്രമേ ഉള്ളൂ. ഒരു വലിയ കാറ് പാണ്ടി ലോറിയിൽ അത്രയുള്ളവരാണ്. കാറൊക്കെ തിരിക്കാനും കൊണ്ട് അടക്കാനും എവിടെയാ പറ്റുക? മെഡിക്കൽ കോളേജിലേക്കുള്ള റോഡാ. അവൻ ഇടുക്കിയിലാണ്. അവൻ അത് കൊണ്ടുപോകും കേട്ടോ. ബാക്കി 2 കാർ ഇവിടെ കിടക്കും. എന്തിനാ ഒരു ഹസ്ബൻഡിനും വൈഫിനും 2 അവരെ ഓടിക്കത്തില്ല, അങ്ങേരെ ഓടിക്കത്തുള്ളൂ. എന്നെ ആരോ പറയുന്നു. പോട്ടെ, ആര് പറയാനാ? പറയില്ല, ബിന്ദു ഒക്കെ പറയും. ഭുവനേന്ദ്രന്റെ അവര് പറഞ്ഞു. ഭുവനേന്ദ്രൻ പറയും. പിന്നെ എല്ലാവരും പറയും. ഇനി അവിടെ എന്തെങ്കിലും സംഭവിച്ചോ? എന്നാലും സാരില്ല, രാത്രി ആകുമ്പോഴേക്കും അങ്ങ് എത്തുമല്ലോ. നമ്മൾ ദൂരെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. എങ്ങനെ എത്തിപ്പെടും? റൈറ്റ് സൈഡിലേക്ക് മാനാഞ്ചിറ കേട്ടോ ഉണ്ണി. മനസ്സിലായി. ഇന്നലെ മോഹൻലാലിന്റെ അമ്മ മരിച്ചത് എന്ത് ഭാഗ്യമുള്ള സ്ത്രീയാന്ന് നോക്ക്. ശരിക്കും ഭാഗ്യമുള്ളത്. ഇന്നലെ ഏകാദശിയായിരുന്നു. ഏകാദശിക്ക് മരിച്ചിട്ട് ദ്വാദശിക്ക് അടക്കം ചെയ്യാന്നുള്ളത്